ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. സൗണ്ട് കുറച്ച് വെച്ചോ, പരമാവധി കുറച്ചു. ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? മുഴങ്ങുന്നൊന്നുമില്ലല്ലോ. മുഴങ്ങുന്നെങ്കിൽ ഇനിയും കുറച്ച് വെച്ചോ, കുഴപ്പമില്ല. ഓക്കെ, നമുക്കിന്ന് കൂടുന്ന സന്തുഷ്ട കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച വരുന്നത്. ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങി അവസാനിക്കുന്നത് വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ക്ലാസ് വിജയിക്കും. നിങ്ങളിരുന്ന് ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ മറ്റു ചർച്ചകളിലൊക്കെ മുഴുവൻ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. വേറെ ആമുഖങ്ങളൊന്നുമില്ല. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ മറുപടി പറയണം. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറഞ്ഞ് ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോകണം. പുസ്തകം പിടിച്ചിരിക്കുകയാണ്. എന്താ ഞങ്ങളോട് ഇനി എന്തെങ്കിലും പിടികെട്ടാത്ത അങ്ങനെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കുഴയ്ക്കുമെന്ന് ഇല്ല. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ അയാൾ വണ്ടി ഓടിച്ചാൽ എന്ത് സംഭവിക്കും? അപകടത്തിൽപ്പെടും, ആക്സിഡന്റ് ആവും അല്ലേ? പെയിന്റ് അടിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ ഒരു ബക്കറ്റിൽ പെയിന്റും ഒരു ബ്രഷും കൊടുത്തിട്ട് അടിക്കാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പറയും, അടിച്ചു കുളമാക്കും. പടം വരയ്ക്കാൻ അറിയാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു സ്കെച്ച് പേനയും ഒരു ഡ്രോയിങ് ബുക്കും കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ വരച്ചു കുളമാക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതൊരു കാര്യവും പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ പഠിച്ച് നിർവഹിക്കേണ്ട ബാധ്യതയാണ് വിവാഹ ജീവിതം. വിവാഹം എങ്ങനെയായിരിക്കണം? വിവാഹം കഴിച്ചാൽ ശേഷം വിവാഹ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, അതെങ്ങനെ പരിഹരിക്കണം, അവിടെ വിവാഹ ജീവിതത്തിൽ വിട്ടുവീഴ്ചയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ക്ഷമയുടെ പാഠങ്ങൾ എന്തൊക്കെയാണ്, സൗഹാർദ്ദത്തിന്റെ പാഠങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെയാണെങ്കിൽ വിവാഹ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് പഠിച്ചിട്ട് വിവാഹം കഴിച്ച ആളുകളെ കൊണ്ടുവന്ന് കൈവക്കുക. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൈവക്കാം, കുഴപ്പമില്ല കേട്ടോ. വിവാഹം എങ്ങനെയായിരിക്കണം എന്ന് പഠിച്ചിട്ട് വിവാഹം കഴിച്ച ആളുകൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് സാർ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു സെക്ഷനാണ്. വിവാഹത്തിന്റെ തന്നെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സന്താന പരിപാലനം. മക്കളെ വളർത്തേണ്ടതും പഠിച്ചിട്ടാണ്. പഠിച്ചിട്ടാണ് മക്കളെ വളർത്തേണ്ടത്. അങ്ങനെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന് പഠിച്ചിട്ട് മക്കളെ വളർത്തിയ ആളുകളെ കൊണ്ടുവന്ന് കൈവയ്ക്കുക. മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഞാനത് പിന്നീട് ചോദ്യങ്ങളിൽ വരും, അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നാൽ മതി. അപ്പൊ പൊതുവെ നമ്മൾ ഇത് പഠിക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു വിവാഹം കഴിച്ചാൽ 4 തരം സന്തോഷം, 4 ഗുണങ്ങൾ ജീവിതത്തിൽ കിട്ടുമെന്നാണ് പടച്ചോൻ പറയുന്നത്. വിവാഹം കഴിച്ചാൽ എത്ര ഗുണങ്ങൾ കിട്ടും? 4 ഗുണങ്ങൾ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഒരൊറ്റ ആയത്തിൽ 3 ഗുണം പറയുന്നുണ്ട്. അള്ളാഹു പറയണോ മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. ഞാൻ അതിന്റെ ആശയത്തിന്റെ ഉള്ളിലേക്കൊന്നും പോണില്ല. വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. ഒന്നാമത്തത്, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. ഇന്ന് പല ആളുകളും വിവാഹം കഴിച്ചതോടുകൂടി ഉള്ള സമാധാനം പോയി എന്നാണ് പറയാറുള്ളത്. ആണോ അല്ലേ? അധിക പേരും കല്യാണം കഴിച്ചതിന് ശേഷം ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു. വിവാഹം കഴിച്ചതിന് ശേഷം സമാധാനം കൂടുതൽ കിട്ടിയ, നേരത്തെ
ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ സമാധാനം കൂടുതൽ കിട്ടിയ ആളുകളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൊക്കി, നല്ല ധൈര്യമായിട്ട് പൊക്കി. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സമാധാനം കൂടുതൽ കിട്ടിയ ആളുകൾ ഒരാളെ ഉള്ളൂ. ബാക്കിയൊക്കെ സമാധാനം ഉള്ളത് പോയി കിട്ടിയതാണല്ലേ. ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പോസ്റ്റ് എന്ന് വെച്ചാൽ, 43 വയസ്സായിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. കുറെ നാള് പെണ്ണന്വേഷിച്ച് നടന്ന് മടുത്ത്, എനിക്കിനി പെണ്ണ് കിട്ടൂല എന്ന് വിചാരിച്ച അയാൾ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ആ വാർത്ത ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നപ്പോ അതിന്റെ അടിയിൽ ഒരാൾ കമന്റ് ഇട്ടു, കഴിച്ചവരോട് ചോദിച്ചിട്ട് മതിയായിരുന്നു ഈ പണി. വിവാഹം കഴിച്ചവരോട് ചോദിച്ചിട്ട് മതിയായിരുന്നു ഈ പണി എന്ന് പറഞ്ഞാൽ, ഇതിനേക്കാൾ കഴിക്കാതിരിക്കലാണ് നിനക്ക് നല്ലത്, കഴിച്ച ഞങ്ങളൊക്കെ കടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ വിവാഹം കഴിച്ചാൽ ഒന്ന് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പിന്നെ വരാം. രണ്ടാമത്തത് വജഅല ബൈനക്കും മവദ്ദ, ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ ഉപാധിയില്ലാത്ത അൺകണ്ടീഷണൽ ലവ് എന്നാണ് പറയണത്. ഉപാധി വെക്കാത്ത സ്നേഹം ഉണ്ടാകും വിവാഹം കഴിച്ചാൽ. ഉപാധിയില്ലാതെ കണ്ടീഷൻ ഇല്ലാതെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരനെ കൈവക്കുക. കണ്ടീഷൻ ഇല്ലാതെ ഭാര്യമാര് പുറകിലുണ്ടെങ്കിൽ കണ്ടോളാം ഈ കൈവക്കുന്ന ഉള്ളതാണോ ഇല്ലാത്തതാണോ. ഇനി ഒരു ഉപാധിയും ഇല്ലാതെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. ഒരു കണ്ടീഷനും ഇല്ല, എനിക്ക് എന്റെ ഇക്കായ ഭയങ്കര ഇഷ്ടമാണ്, ഇല്ലല്ലേ. ഒരു കണ്ടീഷനും ഇല്ലാതെ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കൈവക്കുക. അവിടെ കുറെ ആളുകൾ കൈവക്കുന്നുണ്ട്. ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് സ്നേഹിക്കുന്നത് അല്ലേ. എന്താണ് ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് സമയാസമയം ആഹാരം ക്ലിയർ ആക്കി തന്നാൽ, ഭക്ഷണം വെച്ച് തന്നാൽ, എന്റെ ഡ്രസ്സൊക്കെ അഴുക്കാവുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്ത് തന്നാൽ, ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിച്ചാൽ, എന്റെ മക്കളെ നേരെ ചൊവ്വെ നോക്കിയാൽ എനിക്ക് അവളോട് ഇഷ്ടമാണ്. ഇതാണ് കണ്ടീഷൻ. ഇല്ലെങ്കിൽ ഇഷ്ടമല്ല, ഇല്ലെങ്കിൽ ഇഷ്ടമല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സമയത്തൊക്കെ എന്നെ വീട്ടിൽ വിടണം. വല്ലപ്പോഴൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. ലുലു മാളൊക്കെ ഒന്നുകൊണ്ടുപോയി കാണിച്ചു തരണം. ഇടയ്ക്കും മറയ്ക്കുമൊക്കെ ഒന്ന് ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല ബ്രോസ്റ്റോടോ അൽഫാമോ ഒക്കെ വാങ്ങിത്തരണം. വല്ലപ്പോഴൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നല്ല ഡ്രസ്സ് എടുത്തു തരണം. ഇതാണ് എന്റെ കണ്ടീഷൻ. ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ ഇഷ്ടമല്ല. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. വളർന്നു വരുന്ന സമയത്ത് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ പഠിച്ച് വളർന്ന് വലുതായി ജോലിയൊക്കെ കിട്ടി വരുന്ന സമയത്ത് എന്നെ നോക്കുകയാണെങ്കിൽ, എന്നെ പരിപാലിക്കുകയാണെങ്കിൽ, ഞാൻ വയസ്സാകുന്ന സമയത്ത് എനിക്ക് ഹിദമത്ത് ചെയ്തു തരാണെങ്കിൽ, സേവനം ചെയ്തു തരാണെങ്കിൽ, എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാണെങ്കിൽ, ഞാൻ അവരെ കുട്ടിക്കാലത്ത് പരിപാലിച്ചതുപോലെ എന്നെ പരിപാലിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് എന്റെ മക്കളെ ഇഷ്ടമാണ്. അവൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ എന്നെ തിരിഞ്ഞു പോലും നോക്കൂല, എങ്കിലും എനിക്ക് അവൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകളൊന്ന് കൈവക്കുക. ഇപ്പൊ കൈ പൊങ്ങുന്നില്ലേ? എന്റെ മോൻ പോട്ടെ, അവൻ എന്തോ ആയിക്കോട്ടെ, അവൻ എന്നെ നോക്കണ്ട, എന്നെ ശ്രദ്ധിക്കാൻ വേണ്ട, എനിക്കൊരു സേവനവും ചെയ്തു തരണ്ട, എന്നാലും എന്റെ മോനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അവനെ നോക്കും, അവന്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും, പരിപാലിക്കും. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതമേ കണ്ടീഷൻ വെച്ചുള്ളതാണ്. അള്ളാഹു പറയുന്നത്, വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ഗുണം എന്താണ്? കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കാൻ പറ്റും. മൂന്നാമത്തത് റഹ്മ. എന്തുണ്ടാകും? കാരുണ്യം ഉണ്ടാകും, പരസ്പരം കാരുണ്യം. ഭർത്താവിന് സുഖമില്ലാതെ വന്നാൽ പരിചരിക്കുന്ന ഒരു ഭാര്യ, ഭാര്യയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ മാനസികമായ പ്രയാസങ്ങളോ ഉണ്ടായാൽ പരിചരിക്കുന്ന ഭർത്താവ്. ഇതാണ് കാരുണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഗുണം പറയുന്നത് വേറൊരു ആയത്തിലാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ. വിവാഹ ജീവിതം കൺകുളിർമയ്ക്കുള്ളതാണ്. വിവാഹ ജീവിതം കണ്ണിന് കുളിർമയാകുന്നതാണ്. പക്ഷെ ഇന്ന് പല ആളുകളുടെയും വിവാഹ ജീവിതം കണ്ണിലെ കരടാണ്, അല്ലേ? എന്റെ ചാറ്റിംഗ് എങ്ങാനും ഭർത്താവ് അറിഞ്ഞാൽ തീർന്നു അന്നത്തോടുകൂടി. എന്റെ ചാറ്റിംഗ് എങ്ങാനും, അല്ലെ, ഞാൻ ഓൺലൈനിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന എങ്ങാനും എന്റെ ഭാര്യ പിടിച്ചാൽ തീർന്നു കേസ്.
ഇന്ന് ഭാര്യ കാണുന്നത് ഭർത്താവിന് അസ്വസ്ഥതയാണ്, ഭർത്താവ് നോക്കുന്നത് ഭാര്യയ്ക്ക് അസ്വസ്ഥതയാണ്. അവരുടെ ജീവിതങ്ങളിലെല്ലാം രഹസ്യങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ഭർത്താവിന് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഭാര്യയ്ക്ക്, ഭാര്യ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഭർത്താവിന്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ വിവാഹം കഴിച്ചാൽ ശരിക്കും ഈ 4 കാര്യങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. കഴിച്ചതോടുകൂടി ഈ 4 കാര്യം പോവുകയാണ് ചെയ്തു. പക്ഷേ വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, പടച്ചവനേക്കാൾ സത്യം പറയുന്നവൻ ആരാണുള്ളത്? അള്ളാഹു ചോദിക്കുകയാണ്. ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു, പക്ഷെ 4ഉം കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടാൻ എന്താണ് മാർഗം? നമുക്കത് മാത്രം ചുരുക്കി ഒന്ന്, വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഈ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? സന്തോഷകരമായ ജീവിതം സന്തോഷകരമാക്കാൻ എന്താണ് വഴി എന്ന് മാത്രം. ഉറക്കം വരുന്നുണ്ടോ? ചൂടൊക്കെ ആയിട്ട് ഒന്ന് കൈയടിച്ച എല്ലാവരും ഒന്നും. ഇതൊരു വാക്കല്ലാത്ത കൈയടിയായി പോയി. ഞാൻ 6 പറയുമ്പോൾ അടിക്കണം കേട്ടോ, തയ്യാറായിരുന്നോളാം. റൗഫിലേക്ക് നേരത്തെ അറിയാന്നുള്ളതാണ്. 6 പറയുമ്പോൾ അടിക്കണം കേട്ടോ, തയ്യാറായിരുന്നോ? റെഡി 1. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അടിച്ച കുഴപ്പമില്ല. റെഡി 1 2 3 4 5 7. 6 പറയുമ്പോഴേ അടിക്കാവൂ. 6 പറയുമ്പോഴേ അടിക്കാവൂ. 7 പറഞ്ഞാൽ അടിക്കരുത്. ഓക്കെ. അപ്പൊ ഈ 4 കാര്യങ്ങൾ കിട്ടാനുള്ള ചില ടിപ്പുകളാണ്, ചില മാർഗങ്ങളാണ്, ചില കുറുക്കു വഴികളാണ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആദ്യത്തെ ടിപ്പ് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ്. നല്ല വാക്കുകൾ പറയാൻ കഴിയുക. ഒരു ഭാര്യ ഭർത്താവിനോട് നല്ല വാക്ക് പറയുക, ഭർത്താവ് ഭാര്യയോട് നല്ല വാക്ക് പറയുക, വാപ്പയും ഉമ്മയും മക്കളോട് നല്ല വാക്ക് പറയുക. അതെങ്ങനെ? ഹദീസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നല്ല വാക്ക് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ നല്ല വാക്ക് പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വിവാഹം, 100 പേര് പങ്കെടുത്തൊരു വിവാഹത്തിൽ 51 പേരും ആ വിവാഹത്തെ കുറിച്ച് നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ ആ വിവാഹ ബന്ധം വേർപെട്ടു പോകും. അവിടെ ഭാര്യയും ഭർത്താവും ഒന്നും ഇടപെടണ്ട, തനിയെ ആ വിവാഹ ബന്ധം വേർപെട്ടു. എങ്ങനെ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? എങ്ങനെയാണ്? 100 പേര് പങ്കെടുത്തൊരു വിവാഹത്തിൽ 51 പേര് എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ ആളുകൾ ആ വിവാഹത്തെ കുറിച്ച് മോശമാണ് പറയുന്നതെങ്കിൽ, നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ ആ വിവാഹ ബന്ധം വേർപെട്ടു പോകും. അങ്ങനെ സംഭവിക്കും. അതിപ്പോ നെഗറ്റീവുകൾ പറയാറുണ്ടോ? അതേ ഉള്ളൂ അല്ലെ? കല്യാണത്തിൽ നിന്നിരുന്ന എന്താ പറയണ, ആ ചെറുക്കനെ കാണാൻ നോക്കിയ ഒരു കറുമ്പൻ, ഒരു മെലിഞ്ഞൊരുത്തൻ, പെണ്ണാണെങ്കിലോ നല്ല വണ്ണം അല്ലേ? അല്ലെങ്കിൽ പറയും പെണ്ണിനെ കാണാൻ എന്ത് രസമാണ്, അവനെ കാണാൻ എന്തിനു കൊള്ളാം. നെഗറ്റീവാണ് ഈ വാക്ക്. ഇനി ചെറുക്കനെയും പെണ്ണിനെയും കുറിച്ച് ഒന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ എന്താ പറയും, അവന്റെ ഉമ്മയെ എനിക്കറിയാം, ഞാൻ പറയാത്താന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ അവളെ വാപ്പായെ കുറിച്ച് എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ ശരിയാവൂല എന്ന് പറയും. ഇത് നെഗറ്റീവാണ്. ഇനി അതും കിട്ടിയില്ലെങ്കിലോ, ചെറുക്കന്റെ ഉമ്മയും വാപ്പയും പെണ്ണിന്റെ ഉമ്മയും വാപ്പയും ഒക്കെ പെർഫെക്റ്റ് ആണ്, അതും കിട്ടിയില്ലെങ്കിൽ എന്താ പറയും, ബിരിയാണിയിൽ ഇറച്ചി എന്തില്ല എന്ന് പറയും ഇല്ലേ? ഇറച്ചി എന്തില്ല എന്ന് പറയും. ഇനി ബിരിയാണിയിലെ ഇറച്ചിയും എന്താന്ന് പറയും, ഇത്രയൊക്കെ ആയി, ഒരു ഐസ്ക്രീം കൂടെ തരാമായിരുന്നു എന്ന് പറയും. എന്തെങ്കിലും ഒരു കുറ്റം പറയാതെ ചില ആളുകൾ ഒരു സദസ്സിൽ വന്നാൽ പോവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം ആളുകളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കല്യാണത്തിന് വിളിച്ചാൽ നമ്മുടെ മക്കളുടെ കല്യാണം അടിച്ചു പിരിഞ്ഞു പോകും. അവ ആരെ വിളിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ടാണ് കല്യാണത്തിന് നിക്കാഹിന് വരുന്ന ആളുകൾ അവിടെ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്ത് വധൂവരന്മാർക്ക് അനുഗ്രഹം നേരുക മാത്രമേ ചെയ്യാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ചെറിയ സംഭവമല്ല അത്, ചെറിയ കാര്യമല്ല. വാക്കുകൾക്ക് ഭയങ്കര സ്വാധീന ശക്തിയുണ്ട് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ കുറെ നേരം സംസാരിച്ചാൽ ആ സംസാരം നെഗറ്റീവ് ആണെങ്കിൽ അവന്റെ ശരീരം തളർന്നു പോകുന്നതാണ്. ആധുനിക സൈക്കോളജിയുടെ സെക്കൻഡ് ഫാദർ എന്നറിയപ്പെടുന്ന എറിക് ബേൺ, ഇപ്പോൾ അവർക്കറിയാം, അവർക്ക് റൌഫ് സാഗ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് അവർ കുറെ പ്രാവശ്യം കേട്ട പേരാണ് എറിക് ബേൺ. ആരാണെന്ന്? എറിക് ബേൺ എന്ന് പറഞ്ഞാൽ ആധുനിക സൈക്കോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് TA, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സംവിധാനം. ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് ഉണ്ടാക്കി അത് കണ്ടുപിടിച്ച ആളിന്റെ പേരാണ് എറിക് ബേൺ.
എറിക് ബേൺ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അരമണിക്കൂർ നെഗറ്റീവ് സംസാരിച്ചാൽ അയാളുടെ ശരീരം തളർന്നു പോകും. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരമണിക്കൂർ നമ്മൾ നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിച്ചാൽ അവരുടെ ശരീരം തളർന്നു പോകും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ശരീരമാണെങ്കിൽ വേഗം തളരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ കല്യാണത്തിനൊക്കെ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന പെണ്ണുങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഇന്നിനിപ്പോ വൈകിട്ട് കഞ്ഞിയെങ്ങാനും പോരെ എന്ന് ചോദിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഇരുന്ന് ആരെയോ തിന്ന് തളർന്നിട്ട് വന്നതാണ്. ഓഡിറ്റോറിയത്തിൽ പോയിരുന്ന് അപ്പുറത്തെ വീട്ടിലെ താത്തായെ കുറിച്ച് പറഞ്ഞ് അതിന്റെ അപ്പുറത്തെ വീട്ടിലെ താത്തായെ കുറിച്ച് പറഞ്ഞ് ശരീരം തളർന്നു പോയി. അരമണിക്കൂർ നെഗറ്റീവ് പറഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും? തളരും. അങ്ങനെ ശരീരം തളർന്നു പോയത് കൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് ബിരിയാണി തിന്നതിന്റെ ഹാങ് ഓവർ ആണെന്ന് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അല്ല, ബിരിയാണി കഴിച്ചതിന്റെ ഹാങ് ഓവർ അല്ല, നെഗറ്റീവ് പറഞ്ഞ് തളർന്നത് കൊണ്ടാണ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഒരൊറ്റ ഹദീസ് ഒരു 25-26 വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പ്രസംഗിക്കാൻ പറ്റും. ചെറിയ സംഭവമല്ലത്. അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഏതൊരു മനുഷ്യനെ എടുത്താലും അയാളിൽ കുറെ നല്ല വശവും കുറെ മോശവശവും ഉണ്ട്. ഉറപ്പാണോ? അല്ലേ? മാസൂമിയങ്ങളായ പ്രവാചകന്മാരെ വിടാം. ലോകത്ത് വേറെ ഏതൊരു മനുഷ്യനെ എടുത്താലും കുറെ അയാളെ കുറിച്ച് നല്ലതും പറയാനുണ്ടാവും, കുറച്ച് മോശവും പറയാനുണ്ടാവും. ആണോ അല്ലേ? ആണോ അല്ലേ? ലോകത്ത് ഒരാളെ കുറിച്ച് നല്ലത് മാത്രം പറയാനുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ടോ മസൂദ് സാഹിബ്? ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, ഒരാൾക്കും ഇല്ല. പക്ഷേ മരിച്ചു പോയാൽ അവരെ കുറിച്ച് എന്തേ പറയാവൂ? നല്ലതേ പറയാവൂ. ഉദ്കുറു മഹാസിന മൗതാക്കും. എന്താ മോശം ഇല്ലാത്തതുണ്ടോ? മോശം ഇല്ലാത്തതുണ്ടോ? അല്ല, മോശമുണ്ട്, എന്നാലും നല്ലതേ പറയാവൂ. കാരണം നല്ലത് പറയുന്നതിലൂടെ അവരുടെ ഖബറിൽ അതിൻ്റെതായ സന്തോഷമുണ്ടാകുമെന്ന് ആധുനിക ലോകത്തെ മുഹദ്ദിസീങ്ങൾ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മോശം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രയാസം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവരുടെ ഖബറിൽ ഉണ്ടാകുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ല ആളുകൾ, അവരെ കുറിച്ച് എപ്പോഴും നമ്മൾ നല്ലത് മാത്രം പറയുക. മോശം ഇല്ലാത്തതുകൊണ്ടല്ലേ? ഇല്ല, നമ്മൾ അത് പറയരുത്. അത് അതിൻ്റെതായ അസ്വസ്ഥതയും പ്രയാസവും അവരുടെ ഖബറിലുണ്ടാവും. ഇപ്പൊ ഇത് പറയും ഞാനൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് മാത്രം മറ്റേ ആൾക്ക് എന്താ പ്രയാസം? ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഖബറിൽ കിടക്കണ ആളിന് പ്രയാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളിന് സിദ്ദീഖ് എന്നതിന് പ്രയാസം ഉണ്ടാവും. ഉണ്ടാകും. അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊടണമെന്നില്ല, പിടിക്കണമെന്നില്ല. ഇപ്പൊ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു സാധനമാണ്, അത് ഈമാൻ കാര്യമൊന്നുമല്ല, എന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാധനമാണ് ഈ കൊതി എന്ന് പറയുന്ന സാധനം. ആണോ അല്ലേ? ആണോ അല്ലേ? സഹോദരിമാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നിങ്ങൾ പരസ്പരം കഥ പറയാണോ? എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ കൊതി. കൊതി എന്ന് തന്നെ ഇവിടെ പറയണത് അല്ലെ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾ റൌഫ് അവിടെ ഇരുന്നിട്ട് ഒരു കഷ്ണം അലുവ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നു, ഞാൻ ഇവിടെ നിന്നിട്ട് വെള്ളം ഇറക്കുന്നു. ഉടനെ അദ്ദേഹത്തിന്റെ വയറ് പെരുകി ആകെ അസ്വസ്ഥമായി, ആകെ പ്രയാസമായി, ആര് ബുദ്ധിമുട്ടായി. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടോ? ഇല്ല. ചില ആളുകളൊക്കെ ഉണ്ട്, ഓ എന്തൊരു മാങ്ങയാണിത് എന്ന് ചോദിച്ചാൽ അത് അപ്പഴേ മാവിന്റെ കൊമ്പൊടിഞ്ഞ് താഴെ പോകും. അല്ലേ? അല്ലേ? ഹദീസിലൊക്കെ സംഭവങ്ങളുണ്ട്. ഒരു സഹാബി, 2 സഹാബാക്കൾ ഒരുമിച്ച് യാത്ര പോവുകയും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു സഹാബി കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കൂട്ടുകാരനായ സഹാബി പറഞ്ഞു, ഹോ നീ എന്തൊരു സുന്ദരനാടാന്ന് ചോദിച്ചു. പറഞ്ഞു കഴിഞ്ഞ മുമ്പ് അദ്ദേഹം ബോധം കെട്ട് വെള്ളത്തിലേക്ക് വീണു. അല്ല, അയിനു ഹക്കുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ണേറ് സത്യമാണ്, അത് മനുഷ്യനെ ഖബറിലും ഒട്ടകത്തെ ചട്ടിയിലും ആക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് ചില പവറുകളുണ്ട്, ചില ശക്തികളുണ്ട്. ആ ശക്തി കൊണ്ടാണ് നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കരമായ ശക്തിയുണ്ട്. നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തി നമ്മുടെ വാക്കുകൾക്കുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിന് ചില ശക്തികളുണ്ട്, അതിൽ കൂടുതൽ നമ്മുടെ വാക്കുകൾക്ക് ശക്തികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും നല്ലതായിരിക്കണമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ചൂട് കാരണം പല ആളുകളും ഗഫലത്തിലാണെന്ന് തോന്നണം. വിവാഹ ജീവിതത്തിൽ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, സഹോദരിമാരോട് ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഉപദ്രവം കിട്ടുന്നതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും? പറയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും?
ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നുവെങ്കിൽ, അടി കിട്ടുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട മൂല കാരണം എന്തായിരിക്കും? ഇതല്ലേ? സംസാരം തന്നെയല്ലേ? ആണ്. മുമ്പൊരു താത്ത നിരന്തരം ഭർത്താവ് ഇടിക്കും, ഉപദ്രവിക്കും. മദ്യപിച്ചിട്ട് വന്നിട്ട് ഭർത്താവ് കുനിച്ചീർത്തി ഇടിക്കും. അപ്പൊ ഇടി കിട്ടി മടുത്തപ്പോ ഒരു ഉസ്താദിനെ പോയി കണ്ടു. ഉസ്താദെ, വല്ല വെള്ളമോ വല്ലതും ഉണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ വല്ല ചരടോ വല്ലതൊക്കെ ഓതി എനിക്കൊന്ന് തരണം. എന്തിനാന്ന് വെച്ചാൽ അത് ഇടിയൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാ. ഭർത്താവിന്റെ ഇടിയുടെ ശക്തി ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒരു മൊന്തയിൽ അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഉസ്താദ് കുറെ ആയത്തും ഹദീസും അതിനകത്ത് ഊതി കൊടുത്തിട്ട് പറഞ്ഞ്, ചില പ്രത്യേക ഗുണങ്ങളുള്ള ആയത്തും ഹദീസും ഒക്കെയാണ് ഞാൻ അതിനകത്ത് ഓതിയിരിക്കുന്നത്, ദിക്റുകളൊക്കെയാണ് ഓതിയിരിക്കുന്നത്. ഇത് കുടിച്ചാൽ ഉറപ്പായിട്ട് നിന്റെ ഭർത്താവിന്റെ ഇടി കിട്ടൂല. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഭർത്താവ് രാത്രി വീട്ടിലേക്ക് കയറി വരുമ്പോ, പുരയിടത്തിലേക്ക് കയറുമ്പോ വലത് കാല് വെച്ചാണോ ഇടത് കാല് വെച്ചാണോ കയറുന്നതെന്ന് നോക്കണം. ഏത് കാല് വെച്ച് കയറിയാലും കുഴപ്പമില്ല. ഈ കിട്ടിയ വെള്ളം കയ്യിലെടുക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് വായിലൊഴിക്കണം. ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമല്ലാതെ അത് കുടിച്ചിറക്കുകയോ തുപ്പിക്കളയോ ചെയ്യാൻ പാടില്ല. ഇതാണ് വെള്ളത്തിന്റെ പ്രത്യേകത. അങ്ങനെ രാത്രി ഭർത്താവ് വന്നു, കുടിച്ചിട്ടാണ് വന്നത്. വരുമ്പോ ഭർത്താവ് ഏത് കാല് വെച്ച് ആണ് കയറിയതെന്നൊന്നും അവള് കണ്ടില്ല. ഭർത്താവിനെ കണ്ടിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് വായിൽ വെള്ളം ഒഴിച്ചു. അങ്ങനെയായി അല്ലേ? അപ്പൊ വായ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഭർത്താവ് വന്ന് നോക്കുമ്പോ ഭാര്യയുണ്ട്. ഭർത്താവ് വെച്ചു, എന്തോടി നീ ഇങ്ങനെ ഇരിക്കുന്നത്? അതിനൊന്നും പറയാൻ പറ്റൂലല്ലോ അല്ലേ? നിനക്ക് എന്നിട്ട് സോക്കട്ടെ, എന്താ നിന്റെ കവളിക്കനെ? ഇങ്ങനെ തന്നെ ഉണ്ട്, മറുപടി ഒന്നും പറയുന്നില്ല. ലാസ്റ്റ് അയാളെ വായിൽ വരുന്നൊക്കെ കുറേ പറഞ്ഞു. അയാളെ ദേഷ്യമൊക്കെ തീർന്നു. ചോറിട്ട് വെച്ചിട്ടുണ്ടടി, ആക്ഷൻ കാണിച്ചു, പോയെടുത്ത് കഴിച്ചു. അയാൾ പോയി കിടന്ന് ഉറങ്ങി. അന്നിടി കിട്ടിയില്ല. 7 ദിവസം കൊണ്ട് വെള്ളം തീർന്നു. 8ന്റെ അന്ന് വീണ്ടും മൊന്തയിൽ വെള്ളമൊക്കെ ആയിട്ട് ഉസ്താദിനെ കാണാൻ പോയി. ഉസ്താദെ, സൂപ്പർ വെള്ളമായിരുന്നു. ഉസ്താദ് ഓതിന് ഭയങ്കര പവറാ. ഉസ്താദിന്റെ ഓതലിന് എവിടെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഇവിടെ ഇത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഉസ്താദ് പറഞ്ഞു, ശരിക്കും ഞാൻ സാധാ വെള്ളം തന്നെയാ തന്നത്, അതിനകത്തൊന്നും ഓതിയിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു നിനക്ക് നിരന്തരം ഇടി കിട്ടുന്നതിന്റെ പിന്നിലെ രഹസ്യം നിന്റെ നാക്കാണെന്ന്. നിന്റെ വാ ഒതുക്കി വയ്ക്കണമെങ്കിൽ വായിക്കാത്ത വെള്ളം ഒഴിക്കാനല്ലാതെ വേറെ ഒരു പരിപാടിയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതിന് ഞാൻ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് മാത്രമാണിത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ള ആളുകൾക്ക് മുറിവുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണത് അല്ലേ? വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം സംസാരിക്കുക. ബഹുമാനപ്പെട്ട തഴവാവസ്ഥതൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിദ്വാന്റെ നാവവനുള്ള കൽബിന് പിന്നില, മൂടന്റെ നാവവനുള്ള കൽബിന് മുന്നില. വിദ്വാൻ, ബുദ്ധിമാൻ ചിന്തിച്ചാലോചിച്ച് വേണമെന്നുള്ള വാക്ക് മാത്രമേ സംസാരിക്കുള്ളൂ. മൂടനാണെങ്കിലോ വായി തോന്നിയതെല്ലാം സംസാരിക്കും, പിന്നീട് ഖേദിക്കും. അതിനേക്കാൾ നല്ലത് ആലോചിച്ച് ചിന്തിച്ച് മാത്രം സംസാരിക്കുക. അതാണ് മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. പറയുന്നെങ്കിൽ നല്ലത് മാത്രം പറയാൻ പഠിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നിങ്ങൾ മാതാപിതാക്കളോടുള്ള കടമ പറയുന്ന ഖുർആനിന്റെ ആയത്ത് പരിശോധിച്ച് നോക്ക്. ഇവിടെ നേരത്തെ ഉസ്താദന്മാർ പ്രസംഗിച്ച സമയത്ത് ഓതിയിട്ടുണ്ടായിരുന്നു അല്ലേ? വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. അവിടെയും സംസാരമാണ് അപകടം. മാതാപിതാക്കളോട് മക്കളുടെ സമീപനങ്ങളിൽ സംസാരമാണ് ഏറ്റവും വലിയ അപകടം. വഖുല്ലഹുമാ ഖൗലൻ കരീമ. നല്ല വാക്ക് പറയാനാണ് ഖുർആൻ പറയുന്ന മാതാപിതാക്കൾ. അപ്പൊ എപ്പോഴും സംസാരത്തിൽ ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് മുറിവുണ്ടാക്കുന്ന, ഭാര്യയ്ക്ക് മുറിവുണ്ടാക്കുന്ന, ഭർത്താവിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചരിത്രത്തിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാം. മഹതിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവമൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ നിങ്ങൾക്ക് ഹദീസിൽ കാണാം. ഞാൻ പറയണില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നല്ല വാക്ക് പറയാൻ ശീലിക്കുക, നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റൊരാൾക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല.
ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥലത്ത് പോലും ഇസ്ലാം ഒരു കാര്യം അനുവദിക്കുന്നുണ്ട്. എന്താണ്? സുൽഹന് വേണ്ടി എന്ത് പറയാം? കെദിബ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ കിതാബില്. അവരുടെ ഇടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെദിബ് വരെ പറയാം എന്ന് ശരീഅത്ത് പറയുന്നതിന്റെ കാരണം എന്താ? അവിടെയും സംസാരമാണ്. നല്ല സംസാരം കൊണ്ട് ഒരാളിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ, അയാൾ നിങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? അതേപോലെ അതിനെ മറിച്ച് വിപരീതമായി എടുത്തടിച്ചതുപോലെയാണ് സംസാരിക്കുന്നതെങ്കിലോ പെട്ടെന്ന് നമ്മളും ആകെ വയലന്റ് ആവും, അസ്വസ്ഥമാകും. തിരിച്ച് ചിലപ്പോൾ നമ്മളും പ്രതികരിച്ചെന്നിരിക്കും. അത് ചിലപ്പോൾ ഒരു വഴക്കിലോ അടിയിലോ ഒക്കെ കലാശിച്ചെന്നിരിക്കും. ഈ സംസാരം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ വിഷയത്തിലാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നു, നിങ്ങൾ നിങ്ങളെ മക്കളോട് സംസാരിക്കുന്ന സംസാരം ഏറ്റവും ക്വാളിറ്റിയുള്ള സംസാരമായിരിക്കണം. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വാപ്പ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഈ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ ഏറ്റവും ഇൻവോൾവ് ആകുന്നത് ആണുങ്ങളല്ല, മറിച്ച് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഇത്തരം സംഗതികൾ ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞത്? ഒരു വീട്ടിൽ ഒരു ഉമ്മ തന്റെ മകന്റെയോ മകളുടെയോ മുമ്പിൽ വെച്ച് വാപ്പയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ, എന്തിനു കൊള്ളാം നിങ്ങളെ, എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അബദ്ധമാണ് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റിയെന്നുള്ളത് അല്ലേ? ഒരു പ്രാവശ്യമല്ലേ ട്രെയിനിന്റെ മുമ്പിൽ തല വയ്ക്കാൻ പറ്റുള്ളൂ? വെച്ചുപോയി, എന്നെ അനുഭവിക്കല്ലാതെ വേറെ നിവർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ ഭർത്താവിനെ കുറ്റം പറയുന്ന ഭാര്യ ആരുടെ മുമ്പിൽ? മക്കളുടെ മുമ്പിൽ. തിരിച്ച് ഭർത്താവ് ഭാര്യയെ കുറ്റം പറയണം, ഇങ്ങനെ ഒരു കിഴങ്ങിയാണല്ലോ എനിക്ക് കിട്ടിയത്, ഇത് എവിടെ നിന്ന് കിട്ടി, എന്തിനു കൊള്ളാം ഇവളെ എന്ന് മക്കളുടെ മുമ്പിൽ വെച്ച് ബാപ്പ ഉമ്മയെ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ബാപ്പയെ ഈ ഉമ്മയെ മക്കൾ അനുസരിക്കൂല. ഉമ്മയെ വാപ്പ കുറ്റം പറയാണ്, ബാപ്പയെ ഉമ്മയും കുറ്റം പറയാണ്. ഈ ബാപ്പയെയും ഈ ഉമ്മയെയും മക്കൾ അനുസരിക്കൂല. എന്നിട്ട് നാളെ ഈ കുട്ടിയെ എടുത്തോണ്ട് വരണം. എന്തിന്? കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി. എന്താ കൗൺസിലിംഗ്? ഞങ്ങൾ പറഞ്ഞിട്ട് ഈ കുട്ടി അനുസരിക്കണില്ല, പറഞ്ഞിട്ട് കേൾക്കണില്ല. കേൾക്കാത്തതിന്റെ കാരണം എന്താ? ഉമ്മ തന്നെ ബാപ്പയ്ക്ക് റെസ്പെക്ട് കൊടുക്കുന്നില്ല, ബാപ്പ തന്നെ ഉമ്മയ്ക്ക് റെസ്പെക്ട് കൊടുക്കുന്നില്ല. എപ്പോഴും മാതാപിതാക്കൾ പരസ്പരം റെസ്പെക്ട് കൊടുത്ത് മാത്രമേ സംസാരിക്കാവൂ, നല്ലതേ പറയാവൂ. ഖുർആനിൽ 2 പ്രവാചകന്മാരുടെ കഥ പറയുന്നുണ്ട്, 2 പ്രവാചകന്മാരുടെ മക്കളുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ. ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം, നിങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം കേട്ടതാ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ മകനെ വളർത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യ മുസ്ലിം അല്ലായിരുന്നു. ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു ഭാര്യ. അതുകൊണ്ട് തന്നെ ഈ മകനോട് പറഞ്ഞു, മോനെ, നിന്റെ ബാപ്പ ഒരു കള്ളനാണ്, ഒരു ചതിയനാണ്, പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. അയാൾ എന്തെങ്കിലും നിന്നെ കണ്ടാൽ, അയാൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞാൽ നീ വിശ്വസിക്കരുത് എന്ന് ഈ ഉമ്മ ഈ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാലങ്ങൾ കുറെ കഴിഞ്ഞു, നാട്ടിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ മകനാണെങ്കിലോ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പാറയിൽ പിടിച്ചിങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. ബാപ്പയും വിശ്വസിച്ച ആളുകളും കപ്പലിൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്തു പോകുന്നതിനിടയിലാണ് മകനെ കാണുന്നത് പാറയിൽ ഇങ്ങനെ പിടിച്ചു കയറുന്നതായിട്ട്. ആ സമയത്ത് ഈ ബാപ്പ പറഞ്ഞു, യാ ബുനയ്യർക്കബ് മാന, പൊന്നുമോനെ നമ്മളെ കൂടെ കപ്പലിൽ കയറ്, നിനക്ക് രക്ഷപ്പെടാം. ആ സമയത്ത് ആ മകൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം, നിങ്ങളെ പണി നോക്കുന്നു അല്ലേ? അതല്ലേ എന്റെ അർത്ഥം? ഞാൻ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം, നിങ്ങൾ എന്നെ വിളിക്കണ്ട, നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. പോയില്ല. ഇതാര് പഠിപ്പിച്ചു കൊടുത്തതാണ്? ഇതാര് നടത്തിയ തലയണ മന്ത്രമാണ്? ഉമ്മ ബാപ്പയെ കുറിച്ച് മകന് കൊടുത്തൊരു സന്ദേശം ഇതാണ്. ഇനി വേറെയും ഒരു ചരിത്രം കാണാം. ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. തിരിഞ്ഞു നടക്കുന്ന സമയത്ത് വിഷമത്തോടു കൂടി ചോദിക്കുന്നു, പടച്ചോന്റെ കൽപ്പനയാണോ? അതെ. പോയി കഴിഞ്ഞതിന് ശേഷം ആ ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, മോനെ,
നിന്റെ ബാപ്പ നല്ലൊരു മനുഷ്യനാണ്, പടച്ചോൻ പറഞ്ഞതനുസരിച്ച് മാത്രമാണ് എന്നെയും നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയത്. അല്ലെങ്കിൽ ബാപ്പാക്ക് താല്പര്യമില്ല. ബാപ്പ മാറി കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ടാവും, റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട് ബാപ്പ. എന്നെയും നിന്നെയും പിരിഞ്ഞു പോയതിൽ ബാപ്പാക്ക് വലിയ വിഷമമുണ്ട് മോനെ. ഏതെങ്കിലും കാലത്ത് ബാപ്പ തിരിച്ചു വന്നാൽ, ബാപ്പ നിന്നോട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മോനെ ഒരു മടിയും കാണിക്കരുത്. നിന്റെ ബാപ്പ ഒരു പ്രവാചകനാണ്, ബാപ്പയെ അനുസരിക്കുക എന്നുള്ളത് മോനെ നിന്റെ ബാധ്യതയാണ്. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം ഈ ബാപ്പ വരുവാണ്. കത്തിയൊക്കെ ആയിട്ടാ പറഞ്ഞത് അല്ലേ? കത്തിയൊക്കെ ആയിട്ടാണ് ഈ ബാപ്പ പറഞ്ഞത്. എന്തിനാണ് കത്തി കൊണ്ടുവരുന്നത്? റബ്ബർ വെട്ടാനാ? എന്തിനാ ബാപ്പ കത്തിയായിട്ട് വന്നത്? അറുക്കാനാണ്. ഈ മകനെ അറുക്കാനാണ് കത്തിയായിട്ട് വരുന്നത്. വന്നിട്ട് ചോദിക്കാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ സ്വപ്നം കണ്ടു നിന്നെ അറുക്കുന്നതായിട്ട്, നിന്റെ അഭിപ്രായം എന്താണ്? അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. ഫൻദുർ മാദാ തറാ വലിയ വിഷയമാണത്, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മോനെ, നിന്നെ ഞാൻ അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, നിന്റെ അഭിപ്രായം എന്താണ്? ഈ സമയത്ത് ആ മകൻ പറയാണ്, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. ബാപ്പ, നിങ്ങളോട് പടച്ചോൻ എന്താണോ കൽപ്പിച്ചത് അതങ്ങ് ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമയോടുകൂടി കഴിഞ്ഞോളാം. തഫ്സീർ ഇബ്നു കസീറൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. ആ മകൻ അറവിന്റെ സമയത്ത് ബാപ്പയ്ക്ക് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട് അല്ലേ? ബാപ്പ, നിങ്ങൾ എന്നെ അറുക്കുന്ന സമയത്ത് എന്റെ കൈയും കാലും കെട്ടണം. ഞാൻ പിടക്കണ കണ്ട നിങ്ങൾക്ക് സഹിക്കൂല. എന്നെ അറുക്കുന്ന സമയത്ത് എന്നെ മലർത്തിക്കിടത്തി അറുക്കരുത്. എന്റെ മുഖം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അലിവ് തോന്നിയാലോ, റബ്ബിന്റെ കൽപ്പന അനുസരിക്കണം നിങ്ങൾ. അതുകൊണ്ട് എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമം വരരുത്. കമിഴ്ത്തി കിടത്തിയിട്ട് എന്നെ അറുക്കണം. എന്റെ ശരീരത്തിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ ഊരി മാറ്റണം കേട്ടോ. അതിലെങ്ങാനും ബ്ലഡ് പറ്റിയിട്ട് എന്റെ ഉമ്മ കണ്ട എന്റെ പൊന്നുമ്മക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഊരി മാറ്റണം അല്ലേ? എന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്റെ ഉമ്മയുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് പൊന്നു ബാപ്പ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. എപ്പോഴെങ്കിലും എന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കണ്ട എന്റെ ഉമ്മാക്ക് എന്നെ കുറിച്ചുള്ള ചിന്ത വരും. അതുകൊണ്ട് ഒരിക്കലും എന്റെ പ്രായത്തിലുള്ള മക്കള് ബാപ്പയുടെ ഉമ്മയുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ കാക്കണം. ഇത്ര കൃത്യമായി ഉപദേശം കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ കുഞ്ഞിനെ പ്രാപ്തനാക്കിയത് ഉമ്മയാണ്. അതുകൊണ്ട് ബാപ്പ, നിങ്ങൾ അറുത്തോ, പടച്ചവന്റെ തീരുമാനം എന്താണോ അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആ കുഞ്ഞ് പറയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചത് ജീവിക്കാനാണോ മരിക്കാനാണോ? പറയും. പോയോ? പോയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ വിളിച്ചത് ജീവിക്കാനാണോ മരിക്കാനാണോ? പറയും, നിങ്ങൾ ഉറക്കെ പറ. മരിക്കാനാണ്. പോയില്ലേ? തല കാണിച്ചു കൊടുത്തില്ലേ? കാണിച്ചു കൊടുത്തു. ഇവിടെ ഈ ബാപ്പയെ കുറിച്ച് ഉമ്മ നൽകിയ സന്ദേശമാണ് മക്കളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ബാപ്പ എപ്പോഴും നല്ലതേ ഉമ്മയെ കുറിച്ച് പറയാവൂ, ഉമ്മ എപ്പോഴും നല്ലതേ ബാപ്പയെ കുറിച്ച് പറയുള്ളൂ. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒരിക്കലും അനുസരണക്കേടുള്ള കുട്ടി വളരില്ല. ഉറപ്പ്. ആധുനിക സൈക്കോളജി അതിന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്തിട്ട് പറയുന്നുണ്ട്, വീട്ടിലൊരു കുട്ടി ബാപ്പയെയും ഉമ്മയും അനുസരിക്കാത്തതിന്റെ കാരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബാപ്പയും ഉമ്മയും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ശരിയല്ല, അവരുടെ സംസാരം ശരിയല്ല അല്ലേ? ഇപ്പോ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ കുഞ്ഞ്, ഒരു കൈക്കുഞ്ഞ്, 2 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞിനെ എടുത്തോണ്ട് ഈ പെണ്ണ് പിന്നെ സ്വന്തം വീട്ടിൽ പോവുകയാണ്. ഭർത്താവിന്റെ വീട്ടിലായിരുന്നു പ്രസവത്തിന് ശേഷം കഴിഞ്ഞത്. സ്വന്തം കുഞ്ഞു കയ്യിലുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നേരെ എവിടെ പോവുകയാണ്? സ്വന്തം വീട്ടിൽ പോവാണ്. ഉമ്മ ചോദിക്കാണ്, എങ്ങനെ ഉണ്ടടി ഭർത്താവിന്റെ ഉമ്മ? ഒരു രാക്ഷസി. പറയണ്ട, അവരോടൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അമ്മായിയമ്മയെ കുറിച്ച് അല്ലേ? ഈ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞിന്റെ മൈൻഡിൽ സെറ്റാവും, വാപ്പയുടെ ഉമ്മ ആരാണ്? രാക്ഷസിയാണ്. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞിന് വല്ലതും അറിയാൻ പറ്റും? ഒരു കുഞ്ഞിന്റെ ബുദ്ധിയുടെ 85% അതിന്റെ വളർച്ച പൂർത്തീകരിക്കുന്നത് 2 വയസ്സിന്റെ താഴെയാണ്. 5 വയസ്സോടുകൂടി 95% വളർച്ച പൂർത്തീകരിക്കുന്നതാണ് ഇപ്പൊ പറയണത്. നമുക്കിതറിയില്ല. നമ്മൾ വിചാരിച്ചേക്കണതേ അതൊന്നും പ്രശ്നമൊന്നുമില്ല, ചെറിയ കുഞ്ഞിന് വല്ലതും മനസ്സിലാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളാണ്. നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചെറിയ കുഞ്ഞിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ച ആ കുഞ്ഞും തിരിച്ചിരിക്കും. ആണോ അല്ലേ?
ഒന്നിങ്ങനെ ഗൗരവത്തിൽ നോക്കിയാലോ, അപ്പൊ തന്നെ അത് കരയും, ചുണ്ടൊക്കെ തുളുമ്പിട്ട് ആക്കിയിട്ട് കരയൂലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്കി കരയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, കുട്ടിക്കാലത്ത് അതിനെ ഇങ്ങനെ നോക്കി ദേഷ്യപ്പെടുത്തിയ ആളുകളോടൊക്കെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന് ദേഷ്യം വരും. കുട്ടിക്കാലത്ത് അതിനെ ചിരിപ്പിച്ച ആളുകളോടൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അത് കുഞ്ഞിന്റെ മനഃശാസ്ത്രം പഠിക്കണം. നിങ്ങൾ ചൈൽഡ് സൈക്കോളജി പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും കുട്ടിക്കാലത്ത് എങ്ങനെയായിരിക്കണം ആ കുട്ടിയോടുള്ള ഇടപെടലുകൾ, പെരുമാറ്റം എങ്ങനെയാണെന്നുള്ള പഠിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കുന്നത് പോലും നല്ലതായിരിക്കണം. ആ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല്, ഒരു വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞ് വളർന്നു വരുന്ന ഒരു വീട്ടിൽ വാപ്പയും ഉമ്മയും നിരന്തരം ഖുർആൻ ഓതുകയാണെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞും ഏതെങ്കിലും ഒരു പുസ്തകം കയ്യിലെടുത്തിട്ട് കലപല വായിക്കൂലേ? ഏതെങ്കിലും ഒരു വീട്ടിൽ വാപ്പയും ഉമ്മയും തെറി വിളിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യണത്. ആ കുഞ്ഞു എന്ത് ചെയ്യും? അത് എക്സ്പീരിയൻസ് ആവും വിളിച്ചിട്ട്, അല്ലേ? പണ്ട് ഈ സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ വരുന്ന ഇത് ഒരു തമാശ കാണാറുണ്ട്. എന്താണ്? പിന്നെ അച്ഛനെ വിളിപ്പിക്കുന്നു സാറ്, വിളിപ്പിച്ചിട്ട് പറയുന്നു, എന്തൊരു കുട്ടിയാ നിങ്ങളെ കുട്ടി, വാ തുറന്നാ തെറിയെ വിളിക്കുള്ളൂ, ഇതെവിടെ നിന്ന് പഠിച്ചിട്ട് വന്നാണോ? അപ്പൊ വാപ്പ പറയുന്നുണ്ട്, എന്തെന്ന്, അല്ലെങ്കിലും ഈ പട്ടി തന്റെ പണ്ടേ ഞാൻ പറഞ്ഞാണ് ഇങ്ങനത്തെ വർത്തമാനം ഒന്നും പറയരുതെന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? ടീച്ചർ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായി ഇതെവിടെ നിന്നാണ് കിട്ടിയത്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഈ കൂട്ടത്തിൽ മക്കൾ എന്ന് പറയുന്നത് മാതാപിതാക്കളെ കോപ്പി അടിക്കുന്നവരാണ്. നമ്മൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുമ്പോഴേ ഉള്ള പ്രശ്നം. നമ്മളെ ജീവിതം മുഴുവൻ കോപ്പിയാണ്. നമ്മളോട് കോപ്പി അടിക്കാനാണ് ഇസ്ലാം പറയുന്നത്. എവിടെ കോപ്പി അടിക്കാൻ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകനെ അങ്ങനെ തന്നെ കോപ്പി അടിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഫീ ഹാലിഹി വ ഫആലിഹി വ മഖാലിഹി, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അങ്ങനെ തന്നെ കോപ്പി അടിക്കാനാണ് ഇസ്ലാം പറയുന്നത്. ആണോ അല്ലേ? ആണോ? അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളോട് നല്ല വർത്തമാനം പറയുക, നല്ല വാക്ക് പറയുക. ഒരാള് നമ്മളോട് മോശമായ വർത്തമാനം പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. തിരിച്ചു പറയുക എന്നുള്ളത് മനസ്സിന് അസുഖം ബാധിച്ച ആളുകളുടെ ലക്ഷണമാണ്. ഒരാള് നമ്മളെ എന്തെങ്കിലും കുറ്റം പറയുമ്പോ തിരിച്ചു പറയാന്നുള്ളത്. അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞ ഉടനെ തിരിച്ചു പ്രതികരിക്കുന്ന മരുമകൾ മനസ്സ് ശരിയല്ല എന്നെ അർത്ഥം. നമ്മളെ ഒരാൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോ തിരിച്ചു ഉടനെ അങ്ങോട്ട് പ്രതികരിക്കുന്നുവെങ്കിൽ അത്തരം ആളുകളുടെ മനസ്സിന് കുഴപ്പമുണ്ട് എന്നാണ്. അതിന് സൈക്കോളജി പറയുന്നത് മനസ്സിൽ പഴുപ്പുള്ള ആളുകൾ എന്നാ പറയുന്നത്. മനസ്സിന് പഴുപ്പുള്ള ആളുകൾ. നമ്മളെ ഉസ്താദന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഞാനിപ്പോൾ ഇത്ര അകലത്തിൽ നിന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ചോക്കുണ്ട്, ചോക്കിന്റെ കഷ്ണം ഞാൻ ഈ സിദ്ദീഖ് ഉസ്താദിന്റെ നെറ്റിയിലോട്ട് ഇട്ടു. വേദനിക്കോ? ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു കുരു അവിടെ നിൽക്കായിരുന്നു, അത് പഴുത്ത് നിൽക്കായിരുന്നു. അതിലാണ് പോയി കൊണ്ടത്. വേദനിക്കൂല നല്ലപോലെ? അപ്പോഴേ വേദനിക്കുള്ളൂ, അപ്പോഴേ തട്ടുള്ളൂ. മനസ്സിന് കുഴപ്പമുണ്ടെങ്കിൽ ആരെങ്കിലും പറയണ വാക്ക് മനസ്സിൽ തട്ടുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കൂല നമ്മൾ, ഇല്ലെങ്കിൽ എടുക്കത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ഒരു കാര്യം കൂടെ അടിവരായിട്ട് പറയാം. വിവാഹം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ ഒരു കുഞ്ഞ് മാതാവിന്റെ ഗർഭാശയത്തില് വളർച്ച പ്രാപിക്കുന്ന ആ സമയം, മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് വളർച്ച പ്രാപിക്കുന്ന ആ സമയം, ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് വെളിയിൽ നിന്ന് ആ കുഞ്ഞിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളില് ആ കുഞ്ഞിന് ആകെ കൂടി കിട്ടുന്ന 2 പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് കേൾക്കാനുള്ള കഴിവുണ്ട്. ആർക്ക്? ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് കേൾക്കും. അതേപോലെ തന്നെ ടച്ച് ചെയ്താൽ ആ ടച്ച് അറിയും. പുറമേ നിന്ന് ഒരാൾ തടകിയാൽ, തൊട്ടാൽ ആ സ്പർശനം ആ കുഞ്ഞറിയും. ഈ 2 കാര്യങ്ങൾ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ വെളിയിൽ വെച്ച് നമ്മൾ കേൾക്കുന്ന വർത്തമാനങ്ങൾ നല്ലതല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അത് ഈ തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അരുണാചലം, അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ഈ ഉച്ചയ്ക്ക് 2 മണി മുതൽ, അന്നത്തെ കാലത്ത് അവർ കണക്കാണ് പറയുന്നത്, ഉച്ചയ്ക്ക് 2 മണി മുതൽ 8 മണി വരെ, രാത്രി 8 മണി വരെ സീരിയൽ കണ്ട് കരയുന്ന ഗർഭിണിയായ 7 മാസം പ്രായമുള്ള ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞും ഉച്ചയ്ക്ക് 2 മണി മുതൽ 8 മണി വരെ കരഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ഉണ്ട് എന്നാണ്. ഡോക്ടർ ജെഫ്രി വാട്സൺ അമേരിക്കയിലെ പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ്.
അദ്ദേഹം 157ഓളം ഗർഭിണികളെ നിരന്തരം നിരീക്ഷിച്ചിട്ട് ഒരു ദിവസം പ്രസവിച്ച 5 കുഞ്ഞുങ്ങളെ മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തി കിടത്തി. നമുക്കറിയാലോ, ഈ പ്രസവിച്ച ദിവസം ഏത് കുഞ്ഞിനെ കണ്ടാലും എന്റെ കുഞ്ഞാണോ ഇന്ന ആളിന്റെ കുഞ്ഞാണോ അപ്പുറത്താളുടെ കുഞ്ഞാണോ എന്ന് തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ പിന്നെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഉമ്മയുടെ കയ്യിലും കുഞ്ഞിന്റെ കയ്യിലും ഒരു ടാഗ് ഇടും, നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ സഹോദരിമാരെ? അങ്ങനെ തന്നെയല്ലേ? ഉമ്മയുടെ കയ്യിലും ഒരു ടാഗ് ഇടും, കുഞ്ഞിന്റെ കയ്യിലും ഒരു ടാഗ് ഇടും. എന്നിട്ട് 5 എണ്ണത്തിന് ഇങ്ങനെ നിരത്തി കിടത്തിക്കുകയാണ്. കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോഴീ ടാഗൊക്കെ നോക്കിയിട്ടാണ് തിരിച്ചുകൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് മാറിപ്പോവും അല്ലേ? അപ്പൊ 5 കുഞ്ഞുങ്ങളെ ഇങ്ങനെ മേശപ്പുറത്ത് നിരത്തി കിടത്തിയിരിക്കുകയാണ്. 4 കുഞ്ഞുങ്ങളും ഒരുപോലെ കരയുന്നു, ഒരു കുഞ്ഞ് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു, എന്തോ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന പോലെ. അപ്പൊ ഡോക്ടർ 4 ഭാഗത്ത് നോക്കുമ്പോ ഒരു സിസ്റ്റർ ഇരുന്നിട്ട് ഹോസ്പിറ്റലിലെ ബില്ല് ടൈപ്പ് ചെയ്യാണ്. സിസ്റ്ററെ ആ ബില്ല് ടൈപ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നോക്കുമ്പോ ഈ കുഞ്ഞും കരയാൻ തുടങ്ങി. വീണ്ടും ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ടൈപ്പ് ചെയ്തപ്പോ വീണ്ടും ഈ കുഞ്ഞിങ്ങനെ കേട്ടോണ്ടിരിക്കുക, ശ്രദ്ധിക്കുകയാണ്. ഡോക്ടർ ആ കുഞ്ഞിന്റെ കയ്യിലെ ടാഗ് നോക്കി, ഉമ്മയുടെ കയ്യിലെ ടാഗ് നോക്കി കണ്ടുപിടിച്ചു. ഉമ്മയെ കണ്ടിട്ട് ഉമ്മയോട് ചോദിച്ചു, എന്താ ജോലി എന്ന് ചോദിച്ചു. അക്ഷയയിൽ ടൈപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അക്ഷയ സെന്ററിലെ ടൈപ്പ് ചെയ്യുന്ന, അക്ഷയ സെന്റർ എന്നൂടെ പറഞ്ഞതേ ഉള്ളൂ. ജനറൽ സ്റ്റോഴ്സ്, അമേരിക്കയില് ജനറൽ സ്റ്റോഴ്സിൽ ടൈപ്പിംഗ് സെന്ററിൽ ടൈപ്പ് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പൊ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ ടിക് 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 ഈ ശബ്ദം വയറ്റിൽ കിടക്കുന്ന, ഗർഭാശയത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞ് കൃത്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ കഴിയും കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീ നല്ലത് കേട്ടാൽ അതിലൂടെ വളരുന്ന കുഞ്ഞും നല്ലത് കേൾക്കും. ഇപ്പൊ ഒരു ഗർഭിണിയായ സ്ത്രീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. അവരെ കുഞ്ഞിന് ഖുർആൻ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവും. മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നതെങ്കിലോ, പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് വളർന്നു വരുമ്പോ ആ കുഞ്ഞിന് മ്യൂസിക് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവും. വല്ല ഗെയിമൊക്കെയാണ് കളിക്കണമെങ്കിലോ, ജനിച്ച് വെളിയിലേക്ക് വരുമ്പോൾ ഒരു AK-47 കൈ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഗെയിമിന് അഡിക്ഷനായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും? ഉമ്മമാരുടെ ജീവിതം മക്കളിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഗർഭിണിയുടെ 3 ആഴ്ച മുതൽ 18-19 ആഴ്ച വരെയുള്ള ചിന്ത ആ കുഞ്ഞിന്റെ ബുദ്ധിയെ സ്വാധീനിക്കും. ഗർഭിണിയായ ഒരു പെണ്ണ് 3 ആഴ്ച മുതൽ 13-19 ആഴ്ച വരെയുള്ള സമയം അവരുടെ ചിന്തകൾ ആ കുഞ്ഞിന്റെ ബുദ്ധിയെ സ്വാധീനിക്കും. ആ കുട്ടിക്ക് എത്രത്തോളം പഠിക്കാനുള്ള കപ്പാസിറ്റി, ബുദ്ധിയൊക്കെ ഉണ്ടോ ഇല്ലെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അതിലൂടെയാണ്. ഇപ്പൊ ആധുനിക സൈക്കോളജിയുടെ, ഞാൻ നിങ്ങളെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ആധുനിക സൈക്കോളജിയുടെ ഏറ്റവും പുതിയൊരു വെർഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വെച്ചിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കണ്ടുപിടുത്തം എന്ന് വെച്ചാൽ, ആധുനിക സൈക്കോളജി പറയണത്, ഡോക്ടർ ഹവാർഡ് ഗാണർ ഇന്ന് അമേരിക്കയിൽ ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ്, സയന്റിസ്റ്റാണ്. അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞിന്റെ തലച്ചോറ് മാതാവിന്റെ ഗർഭാശയത്തിൽ വളർച്ച പ്രാപിക്കുന്ന അതേ സമയത്താണ് ആ കുഞ്ഞിന്റെ കൈവിരലിന്റെ പുച്ഛവും വളർച്ച പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരൽ പുച്ഛം നോക്കിയാൽ, ഒരു കുട്ടിയുടെ 10 വിരലിന്റെ പുച്ഛം നോക്കിയാൽ ആ കുട്ടിക്ക് ഏത് വിഷയത്തിലാണ് കഴിവുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? വലിയ പാടൊന്നുമില്ല. ഇപ്പൊ കുട്ടികളെ അമേരിക്കയിലൊക്കെ മൾട്ടിനാഷണൽ, സൗദിയിലൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളിലൊന്നും ഇപ്പൊ പഴയതുപോലെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്നും ചോദിക്കലില്ല. ചെല്ലുന്ന ആളിൽ എന്ത് ചെയ്യും? നേരെ 10 വിരലുകൾ സ്കാനറിലേക്ക് വെക്കാൻ പറയും. സ്കാനറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഏത് കാര്യത്തിലാണ് കഴിവുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയും. കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ ആ വിഷയത്തിന് ട്രെയിനിങ് കൊടുക്കും, അവിടെ എടുക്കും. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ദർസുകളിൽ, അറബി കോളേജുകളിലൊക്കെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. 6000 രൂപ ഫീസാണ് ഒരു കുട്ടിക്ക് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് 3-4 സ്ഥലത്ത് മാത്രമേ ഈ കോഴ്സുള്ളൂ. ഒരു കുട്ടിയുടെ 10 വിരലുകൾ സ്കാനറിലേക്ക് വെച്ചാൽ ഈ കുട്ടിക്ക് ഏത് വിഷയത്തിലാണ്. ഇപ്പൊ പല ആളുകളും 10ാം ക്ലാസ് കഴിയുമ്പോൾ ഉമ്മമാരെ നിർബന്ധിച്ച് കുട്ടികളോട് സയൻസ് എടുക്കാൻ പറയും അല്ലേ? കുട്ടിക്ക് താല്പര്യം ഉണ്ടാവില്ല, എടുക്കും. അവസാനം 1 വർഷം കഴിയുമ്പോൾ അവിടെ വഴിക്കിട്ടിട്ട് പോകും, അല്ലെങ്കിൽ തോക്കും. കുട്ടിയുടെ അഭിരുചി ഏതാണെന്ന് കണ്ടെത്തുന്ന, ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുന്ന ആധുനിക മെഷീനുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഒരാളിന്റെ തള്ളവിരൽ, ഇടത് കൈയുടെ തള്ളവിരലിന്റെ അടയാളം, അതിനകത്ത് കൊടുത്തിരിക്കുന്ന അടയാളം നോക്കിയിട്ട് ആ ആളിന്റെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്താൻ കഴിയും കൃത്യമായിട്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന അത് ആ സാധനം നിങ്ങൾക്ക് തന്നിട്ടില്ല.
ഇവർ കുറെ ആളുകൾ നമ്മളെ നാഫികളായ കുറെ ഉസ്താദ്മാർ നമ്മുടെ കോഴ്സ് പഠിച്ച ആളുകളാണ്. കൗൺസിലിങ്ങിന്റെ കോഴ്സ് പഠിച്ച കുറെ പേരുണ്ട്. നിങ്ങൾ പഠിച്ചില്ലേ? വേറെ ആരോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ്? ഓൺലൈൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആരോ ഒരാൾ ഓൺലൈൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് നിങ്ങളാണല്ലേ? എന്താണ് സംഭവം എന്ന് വെച്ചാല് നമ്മുടെ ഇടത് കൈയുടെ തള്ളവിരല്, ഈ തള്ളവിരലിൽ ഒരു അടയാളമുണ്ട്. നമ്മൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്ന സാധനമല്ലേ, തള്ളവിരലിന് അടയാളമുണ്ട്. ഈ അടയാളം നോക്കിയിട്ട് ഈ ആളിന്റെ സ്വഭാവം എന്താണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ആ ആൾ അങ്ങനെ ഇരിക്കും, ഉറപ്പാണ്. നിങ്ങൾ കൊണ്ടുപോവാ, ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ സ്വഭാവം നിങ്ങൾ ഒരു വാക്കും പറയണ്ട. നിങ്ങൾ എങ്ങനത്തെ ആളാണെന്ന് എന്തൊക്കെ സംസാരിക്കാൻ വേണ്ട. നിങ്ങൾ കൊണ്ടുവന്നോ, ഞാൻ ആ വിരൽ വെച്ച് നിങ്ങളെ വിരൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന്. ഇത് ഏറ്റവും എളുപ്പം എവിടെയാണെന്ന് ഉപകരിക്കുന്നത്? എവിടെയാ? കുടുംബജീവിതം അടിച്ചു പൊളിഞ്ഞ് തകരാറിലായി വരുന്ന സമയത്ത് ഭാര്യയോട് ഇങ്ങോട്ട് പിടിക്കും, ആ വിരൽ അവിടെ വെക്കും, നോക്കുമ്പോൾ പറയും നീ ഇങ്ങനെ പെരുമാറൂ. ഭർത്താവ് നീ ഇങ്ങനെ ഇരിക്കുള്ളൂ. രണ്ടുപേരുടെയും സ്വഭാവം എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും ഈ സംവിധാനത്തിലൂടെ. കുട്ടികൾക്കൊക്കെ ഇപ്പൊ പിന്നെ ATD ആംഗിൾ എന്ന് പറഞ്ഞിട്ട് കൈയുടെ ഉള്ളിൽ പ്രൊട്ടക്ടർ വെച്ച് അളന്ന് നോക്കിയിട്ട് ഇത്ര ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ ആ കുട്ടി പഠനത്തിൽ മികച്ചു നിൽക്കും, ഇത്ര ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ആ കുട്ടിക്ക് പഠനത്തിൽ പുറകിലായിരിക്കും. പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. മദ്രസയിലെ ഉസ്താദ്മാരൊക്കെ പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് മദ്രസ വരുന്നൊരു കുട്ടി പഠിയടാ എന്ന് അവനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ടർ എടുത്ത് അളന്ന് നോക്കിയാൽ മാത്രം മതി. അവനെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, പഠിക്കാൻ കഴിയില്ലേ, പറ്റുമോ ഇല്ലേ എന്ന് കണ്ടെത്താൻ കഴിയും. അതനുസരിച്ച് ആ കുട്ടിയെ ട്രീറ്റ് ചെയ്താൽ മതി. കാലം മാറി വരികയാണിത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞു പോലും കേൾക്കേണ്ടത് നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അല്ലേ? അതുപോലും നല്ലതാണ്. പ്രസവിച്ച് പുറത്തു വന്നാലോ ഒരു കുട്ടി, നമ്മളൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ 11:30 എത്ര മണിക്കാ പരിപാടി അടുത്തത്? 12 മണിക്കാ. ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിക്ക് 2 തരത്തിലാണ് ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. ഒരു കുട്ടി നല്ലതായി തീരുന്നതും മോശമായി തീരുന്നതിനും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് പാരമ്പര്യമാണ്, രണ്ടാമത്തെ ചുറ്റുപാടാണ്. ഒന്ന് പാരമ്പര്യമാണ്, രണ്ടാമത്തെ ചുറ്റുപാടാണ്. എന്താ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ? ബാപ്പയും ഉമ്മയും എന്താണോ അതുപോലെ ആയിരിക്കും. ബാപ്പയും ഉമ്മയും മാത്രമല്ല, ഉപ്പാപ്പായും ഉമ്മമ്മയും എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ പാരമ്പര്യം എന്തിലാ പറയാറുള്ളത്? PSC അല്ലേ? PSCയിൽ മാത്രമാണ് നമ്മൾ പാരമ്പര്യം പറയാറുള്ളത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിലെ നമ്മൾ പാരമ്പര്യം പറയും. ആശുപത്രി ചെല്ലുമ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഷുഗർ ഉണ്ടോ? ഉണ്ട്. വാപ്പാക്കുണ്ടോ? ഉണ്ട്. എങ്കിൽ നിനക്കും ഉണ്ട്, അല്ലേ? പ്രഷർ ഉണ്ടോ? ഉണ്ട്. ഉമ്മാക്കുണ്ടോ? ഉണ്ട്. എങ്കിൽ നിനക്കും ഉണ്ട്. അത് മാറൂല എന്ന് പറയും. അതൊക്കെ മാറും കേട്ടോ. പാരമ്പര്യം കൊണ്ടുണ്ടാവുന്ന ഏത് അസുഖവും മാറും. അതിനാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇത് മാത്രമല്ല പാരമ്പര്യം. ചിരി, നമ്മൾ പറയും അവന്റെ ചിരി ഉണ്ട്, അവന്റെ ഉപ്പാപ്പാട് അതേ ചിരി തന്നെ എന്ന് പറയും, അല്ലേ? അവളുടെ ദേഷ്യം കണ്ട അവളുടെ ഉമ്മമ്മാട് അതേ ദേഷ്യയോടെന്ന് പറയും. പല കുട്ടികളും അവരുടെ മുകളിലുള്ള ആളുകളുടെ പ്രവൃത്തി പോലെ ഇരിക്കും. അപ്പൊ നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ പാരമ്പര്യം നന്നാവുക എന്നുള്ളത് ഒന്നാമത്തതാണ്. നല്ല കുടുംബത്തിൽ ജനിക്കാൻ കഴിയുക. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഞാനത് വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരാൾ നന്നാകുന്നതിന് നല്ല കുടുംബത്തിൽ ജനിക്കുക, വാപ്പയും ഉമ്മയും നല്ലവരായിരിക്കുക എന്നുള്ളത് ക്വാളിറ്റിയാണ്. ആ കുട്ടി നന്നാവുക എന്നുള്ളത്. നന്നാവാൻ ഉമ്മ കള്ളം പറയുന്ന ആളാണ്, മോള് 100% കള്ളം പറയും. മോഷ്ടിക്കുന്ന ആളാണ്, മോൻ മോഷ്ടിക്കും. ഉമ്മയിലും ബാപ്പയിലും എന്തെല്ലാം സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ അതെല്ലാം മക്കളിലേക്ക് വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, ഔലാദുക്കും അസ്റാറുക്കും, നിങ്ങളെ മക്കൾ നിങ്ങളുടെ രഹസ്യങ്ങളാണ്. അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് നിങ്ങളുടെ മക്കൾ പരസ്യമായി ചെയ്യും. നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന, ആരും അറിയാതെ, ആരും അറിയൂല എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? പരസ്യമായിട്ട് ചെയ്യും. സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തരുവാണ്. അപ്പൊ ഒന്നാമത്തത് പാരമ്പര്യമാണ്, രണ്ടാമത്തത് ചുറ്റുപാടാണ്. എവിടെന്നാ ചുറ്റുപാട് തുടങ്ങുന്നത്? ഒരു ആണൊരു പെണ്ണിനെ കണ്ട് കല്യാണം ഉറപ്പിക്കുന്ന സമയം മുതൽ തുടങ്ങും ചുറ്റുപാട്. അവിടെയൊക്കെ ആരെ തെരഞ്ഞെടുക്കണമെന്നൊക്കെ ഹദീസ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആരെ തെരഞ്ഞെടുക്കണം,
എന്നിട്ട് വന്നതിന് ശേഷം ഗർഭസ്ഥാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ സംസാരം കീപ്പ് ചെയ്യണം, കേൾക്കുന്നത് നല്ലത് മാത്രമാക്കണം. ആ കുഞ്ഞ് വയറ്റിൽ മാതാവിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ തലോടണം. ആരാണ് തലോടിയത് എന്ന് കൃത്യമായിട്ട് ആ കുഞ്ഞറിയും. ആ സ്പർശനം ആ കുഞ്ഞിന് ആവശ്യമുണ്ട് അല്ലേ? ശേഷം പ്രസവിക്കുന്ന സമയത്ത് പ്രസവം എളുപ്പമാകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനാണ് എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പറ്റണം. ആര് ചെയ്യാൻ? നേരെ ചവേ നടക്കാനും പോകാനും വയ്യ, പിന്നെയാണ് എക്സർസൈസ് അല്ലേ? എക്സർസൈസ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ബർത്ത് ട്രോമ പോലെയുള്ള പ്രസവ സമയത്ത് ആ ഭാഗത്ത് കുടുങ്ങിപ്പോകുന്നത് പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട സാധനമാണ്. അത് കഴിഞ്ഞ് കൊച്ചു പുറത്തേക്ക് വന്നാലോ, ഒരു ചെവിയിൽ ബാങ്കും മറ്റേ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. എന്തിനാ? ഈ സാധനം ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണം. ഈ സാധനം പിന്നീട് പള്ളിയിൽ നിന്ന് പല പ്രാവശ്യം കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടാവും, അങ്ങോട്ട് പോകാനുള്ള നിസ്കരിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വരും അല്ലേ? ഇന്നിപ്പോ പാട്ടൊക്കെ കേട്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഡാൻസിനോടും പാട്ടിനോടും ഒക്കെ പിള്ളേർക്ക് താല്പര്യം കൂടി കൂടി വരുന്നത്. ആദ്യം കേൾക്കേണ്ടത് നല്ല വാക്കായിരിക്കണം, നല്ല വാക്കായിരിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, പാല് കൊടുക്കുക. ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് പാല് കൊടുക്കുക. മുലപ്പാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. പല ഉമ്മമാരും പാല് കൊടുക്കണം. എങ്ങനെയാ പാല് കൊടുക്കണത്? കുപ്പിയുടെ അകത്താക്കി അല്ലേ, ഒരു നിപ്പിളൊക്കെ വെച്ച് കൊച്ചിന്റെ വായിലോട്ട് ഇങ്ങനെ എടുത്ത് ക്രിക്കറ്റിന്റെ സ്റ്റംപ് അടിക്കുന്ന ഒറ്റ കമത്തി ഒറ്റ അടിയാ, വലിച്ചു കുടിച്ചോ, അങ്ങനെയല്ലേ ചെയ്യണത്? അപകടം പിടിച്ച പണിയാണ്. ഒരു കുഞ്ഞിന്റെ ജനനകാലത്ത്, തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. തുടക്ക കാലഘട്ടത്തിൽ ആ കുഞ്ഞ് കുടിക്കുന്ന ആഹാരമൊക്കെ ആ കുഞ്ഞിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കും. മനുഷ്യന്റെ പാല് കുടിച്ചാൽ ആരുടെ സ്വഭാവം ഉണ്ടാവും? പറയും. മനുഷ്യന്റെ പാല് കുടിച്ചാൽ ആരുടെ സ്വഭാവം ഉണ്ടാവും? മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവും. മൃഗത്തിന്റെ പാല് കുടിച്ചാലോ മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാവും അല്ലേ? അത് ഉമ്മയിൽ നിന്ന് കുടിച്ചാൽ കുഞ്ഞിന് ആരുമായിട്ടായിരിക്കും ബന്ധം? ഉമ്മയായിട്ടായിരിക്കും. കുപ്പിയിൽ നിന്ന് കുടിച്ചാൽ ആരുമായിട്ടായിരിക്കും ബന്ധം? കുപ്പിയായിട്ടായിരിക്കും. ആ ബന്ധമാണ് ഇപ്പോഴും തുടരുന്നത്. ആ കുപ്പിയായിട്ടുള്ള ബന്ധമാണ് ഇപ്പോഴും തുടരുന്നത്. കുപ്പിയുടെ കളർ ഒന്ന് മാറി, അകത്തുള്ള വെള്ളത്തിന്റെ രൂപം ഒന്ന് മാറിയെന്നേ ഉള്ളൂ. മുലകുടി ചെറിയ സംഗതിയല്ല. 2 വയസ്സ് വരെ കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്തിന്? ഇസ്ലാം പറഞ്ഞു ഹൗലൈനി കാമിലൈനി അല്ലേ? 2 വർഷം പൂർത്തിയായിട്ട് പാല് കൊടുക്കാൻ പറഞ്ഞു. ആധുനിക സൈക്കോളജിയുടെ, ആധുനിക സൈക്കാട്രിസ്റ്റിന്റെ പിതാവെന്ന് പറയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറയണത്, 2 വർഷം പൂർത്തിയായിട്ട് ഒരു കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനുണ്ടാകുന്ന 4 സ്വഭാവ ദൂഷ്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ആ കുഞ്ഞിന്റെ 1-ാം വയസ്സിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അവയവം ആ കുഞ്ഞിന്റെ ചുണ്ടാണ്. ആ ചുണ്ടിന് കൃത്യമായ ഉത്തേജനവും അതിന് കിട്ടേണ്ട പ്രവർത്തനവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് 4 തരം സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തത്, ആ കുഞ്ഞ് എന്താണ് എന്റെ പേര്? വിരലുറിഞ്ചും. 2ാമത്തത് നഖം കടിക്കും. 3ാമത്തത് തുണി കടിക്കും. 4ാമത്തത് സിഗരറ്റ് വലിക്കും. ഇത് 4 എണ്ണം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ 2 വയസ്സ് വരെ പൂർത്തിയാക്കി പാല് കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. നമുക്കത് എത്ര പേർക്കറിയാം? മനസ്സിലായില്ലേ? വളരെ. അതേപോലെ തന്നെ കുഞ്ഞിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഗർഭിണികൾ 4 ടൈപ്പ് ഉണ്ട്. അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഗർഭിണികൾ 4 ടൈപ്പ് ഉണ്ട്. സൗര ആർക്കെങ്കിലും അറിയാമോ 4 ടൈപ്പ് ഗർഭിണികളെ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? പറയണോ? 4 ടൈപ്പ് ഗർഭിണികളുണ്ട്. വിവാഹം കഴിച്ച ആളുകളൊക്കെ ശ്രദ്ധിച്ചോളി. 1, കല്യാണം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തിലാണ്, ഉടക്കും പ്രശ്നങ്ങളൊന്നുമില്ല, ഭാര്യയ്ക്ക് എപ്പോഴും മനസ്സിന് ഹാപ്പിയാണ്, ഗർഭിണിയായ സമയം മുതൽ സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത്, അവരുടെ ഇടയിൽ ഒരു വിഷയമില്ല. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷം. ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയ്ക്കും ആ പെണ്ണിന് നല്ല സ്നേഹമാണ് കൊടുക്കുന്നത്, നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്, നല്ല സന്തോഷത്തോടു കൂടിയാണ് ആ പെണ്ണിരിക്കുന്ന സമയത്താണ് പ്രസവിക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ജെഫ്രി വാട്സൺ. അയാൾ പറയാണ്, ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ പറയണ ആളാക്കി തിരിച്ചു തരാം. ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആളായിട്ട് തിരിച്ചു തരാം. ഹൈ കപ്പാസിറ്റിയോടുകൂടി, ഭയങ്കര ബുദ്ധിശക്തിയോടുകൂടി ആയിരിക്കും ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുക. ക്ലിയർ ആണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 1. 2ാമത്തത്, കല്യാണം കഴിഞ്ഞ 2 പിള്ളേരുണ്ടായിരുന്നു, 2 or 3 മക്കളുണ്ടായിരുന്നു. അവർ തീരുമാനിച്ചു ഇനി അടുത്തത് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിച്ചു. പ്രസവമൊന്നും നിർത്തിയിട്ടില്ല. അടുത്തൊരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് 2 വർഷമായപ്പോൾ അങ്ങ് ആയിപ്പോയി.
2 വർഷമായപ്പോൾ അങ്ങ് ആയിപ്പോയി. അതിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശ്രമിച്ചു നോക്കി, അബോർഷൻ പരാജയപ്പെട്ടു. എന്നാൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കും. മനുഷ്യകുലത്തിനോട് ആ കുഞ്ഞിന് ദേഷ്യമായിരിക്കും. എന്നെ വേണ്ടാത്തവരാണ് എൻ്റെ വാപ്പയും ഉമ്മയും, എന്നെ വേണ്ടാത്തവരാണ് ഈ സമൂഹം. ഡോക്ടർ വരെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണ്. മനുഷ്യകുലത്തിനോട് ആ പെണ്ണിന് ദേഷ്യമായിരിക്കും, ആ കുഞ്ഞിന്, ആ ജനിച്ചു വീഴുന്ന കുഞ്ഞ്. ഒരു പ്രാവശ്യമെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കും. ഗർഭിണിയായ പെണ്ണ് ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ ആ കുഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതറിയാം? എത്ര പേർക്ക് ഇതറിയാം? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. മൂന്നാമത്തത്, കല്യാണം കഴിഞ്ഞു, സന്തോഷത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഇടയ്ക്ക് വെച്ചൊരു ഷോക്കേറ്റു. ഷോക്കേറ്റു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കറണ്ട് അടിച്ചു എന്നല്ല, ഞെട്ടുന്നൊരു വാർത്ത കേട്ടോ, ഒന്ന് ഞെട്ടിപ്പോയി, ഒന്ന് കിടുങ്ങി. എന്നാൽ ആ പെണ്ണ് പ്രസവിക്കുന്ന, അതിൽ ജനിക്കുന്ന കുഞ്ഞിന് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടാവും. മുട്ട കഴിച്ചാൽ ശരീരത്തിന് ചൊറിച്ചിൽ, അയല കഴിച്ചാൽ ചൊറിച്ചിൽ. കുറെ നാള് ആശുപത്രി കൊണ്ടുപോയി കാണിച്ചാൽ ഡോക്ടർ എന്ത് പറയും? കുഴപ്പമില്ല, 5 വയസ്സ് കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ 10 വയസ്സ് കഴിയുമ്പോൾ മാറും എന്ന് പറയും. അതിന് മരുന്നൊന്നും കൊടുക്കില്ല. 5 വയസ്സോ 10 വയസ്സോ കഴിയുമ്പോൾ തനിയെ മാറിക്കോളൂ എന്ന് പറയും. ഈ അലർജി എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? ഈ ഞെട്ടലുകൊണ്ടുണ്ടാവുന്നത്. നാലാമത്തത്, കല്യാണം കഴിഞ്ഞപ്പോഴേ നമ്മളെ ഫ്രീക്കൻ ന്യൂ ജനറേഷൻ അല്ലേ, കല്യാണം കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചു അടുത്ത വർഷം മതി, ഈ വർഷം കുഞ്ഞൊന്നും വേണ്ട, അടുത്ത വർഷം മതി തീരുമാനിച്ചു. പക്ഷേ എന്തോ കാരണം കൊണ്ടുണ്ടായിപ്പോയി. അങ്ങനെ ജനിച്ചാൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് തണുപ്പനായിരിക്കും. എന്ന് പറഞ്ഞാൽ ബ്ലോക്കിലെ കോഴിയെ പോലെ, ഇവിടെ നിന്നെടുത്ത് അവിടെ വെച്ച് അവിടെ ഇരിക്കും, അപ്പുറത്തെടുത്ത് ഇപ്പുറത്ത് വെച്ച് അവിടെ ഇരിക്കും, അതിന്റെ അപ്പുറത്തെടുത്ത് അവിടെ വെച്ച് അവിടെ ഇരിക്കും. ആള് പഠിക്കുകയൊക്കെ ചെയ്യും, നല്ല ബുദ്ധിശക്തിയുള്ള ആളായിരിക്കും, മിടുക്കനായിരിക്കും, കഴിവുള്ള ആളായിരിക്കും. ചിലപ്പോൾ പഠിച്ച് ഉസ്താദായെന്ന് വരും. പള്ളിയിലെ ആളുകൾ പറയും നമ്മളെ ഉസ്താദ് ആള് നല്ല മിടുക്കനാണ്, പക്ഷെ പാവമാണ് എന്ന് പറയും അല്ലേ. ഒരു തൊട്ടാവാടി ഉസ്താദാണെന്ന് പറയും. പാവം. ഇവിടുത്തെ അങ്ങോട്ട് ഉസ്താദ് അവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഉസ്താദ് അവിടെ ഇരിക്കും, ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഉസ്താദ് അവിടെ ഇരിക്കും. പച്ചവെള്ളം ചവച്ചു കുടിക്കാൻ പറഞ്ഞാൽ ഉസ്താദ് പച്ചവെള്ളം ചവച്ചു കുടിക്കും. അതാണ് നമ്മളെ പള്ളിയിലെ ഉസ്താദ് എന്ന് പറയും അല്ലേ. പറയും നമ്മളെ സ്കൂളിലെ HM ആള് നല്ല കഴിവുള്ള ആളാണ്, പക്ഷെ പാവമാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയണത്, ഒരു കോൾഡ് തൈരോ ഒരു തണുത്ത ടൈപ്പ് അല്ലെ, ഒരു അടകൊഴഞ്ചൻ മട്ട് നമ്മൾ പറയും. അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പൊ അത് ഉമ്മയുടെ ഗർഭസ്ഥ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കുട്ടിയുടെ പിന്നീടുള്ള ജീവിതം തന്നെ. ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ശ്രദ്ധിക്കൂല, കുട്ടി എങ്ങനെയെങ്കിലും ആയി വരും. അപ്പൊ ഗർഭസ്ഥ മേഖലയിലും ശേഷമുള്ള വളർച്ച മേഖലയിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം കേൾപ്പിക്കുക എന്നുള്ളതാണ്. നല്ല വാക്കുകൾ മാത്രം കേൾപ്പിക്കുക. അവരോട് പറയുമ്പോൾ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, മോശമായ വാക്കുകൾ പറയാതിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, വിവാഹ ജീവിതം സന്തോഷകരമായി മാറുന്നതിന്റെ ഒന്നാമത്തെ പോയിന്റാണ് എന്ത് പറയുക? നല്ലത് മാത്രം പറയാൻ ശീലിക്കുക എന്നുള്ളത്. ഭാര്യ ഭർത്താക്കന്മാരായാലും മറ്റുള്ളവരായാലും. മറ്റൊന്ന്, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഉള്ളു പങ്കുവയ്ക്കുക, ഉള്ളത് പങ്കുവയ്ക്കുക എന്നാണ്. ഉള്ളു പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും ഭാര്യയ്ക്കുണ്ടാവരുത്, ഭാര്യ അറിയാത്ത ഒരു രഹസ്യവും ഭർത്താവിനുണ്ടാവരുത്. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും ഭാര്യയ്ക്കുണ്ടാവരുത്, ഭാര്യ അറിയാത്ത ഒരു രഹസ്യവും ഭർത്താവിനുണ്ടാവരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക, മനസ്സ് തുറക്കുക, ഭർത്താവിന്റെ മുമ്പിൽ ഉള്ളതെല്ലാം പറയുക, ഭാര്യയുടെ മുമ്പിൽ ഉള്ളതെല്ലാം പറയുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഭർത്താവിനും ഭാര്യയ്ക്കും സംശയമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ അവിടെ നേരത്തെ പറയുന്ന സ്ഥലത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു, സംസാരവുമായി ബന്ധപ്പെട്ട് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു. സംശയം മനുഷ്യനെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു ഭാര്യ നിരന്തരം ഭർത്താവിനെ കുറിച്ച് സംശയിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഭർത്താവ് ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടാവും. ആ നിങ്ങളെ സംശയം അയാളെ അതിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു ഭർത്താവ് നിരന്തരം ഇവൾക്ക് ആരെങ്കിലുമായിട്ടുള്ള ബന്ധമുണ്ടോ, ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവൾ വേറെ ആരെങ്കിലോട്ട് ചാറ്റും. മനസ്സിലായില്ലേ? സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്, സ്കൂളിൽ പോയിട്ട് ആരെങ്കിലുമായിട്ടല്ല ലൈനാവോ ആയിക്കോളും. മനസ്സിലായില്ലേ? നമ്മൾ നല്ലതാണ് ചിന്തിക്കണം. ഇതിന് കഥീറം മിനല്ലൻ ഇന്ന ബാലല്ലന്നെ ഇസ്മുൻ. നമ്മൾ നല്ലതാണ് മനസ്സിൽ വെക്കേണ്ടത്, അല്ലാതെ അത് പോയി വീടൂ, അങ്ങനെ പോയി വീടൂ. നല്ല വാക്ക് പറയുക എന്നുള്ളത് മാത്രമല്ല, നല്ലത് മാത്രം ചിന്തിക്കാനും പറ്റുക എന്നുള്ളതാണ്. നല്ലത് മാത്രം ചിന്തിക്കാനും പറ്റുക. നല്ലത് പറഞ്ഞാൽ മാത്രം പോരാ, നല്ലത് ചിന്തിക്കണം ചെയ്യണം. കാരണം ചിന്തയ്ക്ക് പോലും ഇസ്ലാമിന് പ്രതിഫലം ഉണ്ട്, ഇല്ലേ സാർ? അല്ലേ? ഒരാൾ നല്ലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് അയാൾ ചെയ്തില്ലെങ്കിൽ പോലും ഒരു പ്രതിഫലം കിട്ടുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. സംശയങ്ങൾ ഇട്ട് കൊടുക്കരുത്. ഇപ്പൊ പലപ്പോഴും നമ്മളുടെയൊക്കെ സംശയം ആയിട്ട് വരുന്ന ആളുകളുണ്ട്.
ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം. ഇപ്പൊ പിന്നെ പേടിക്കാറൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുക്ക വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇവരുടെ രണ്ടുപേരുടെയും മൊബൈലിങ് വാങ്ങും, ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഒന്നുകിൽ അവരെ കുടുംബജീവിതം അടിച്ചു പൊളിയും, അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കും. എന്താ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കാണാം ഭർത്താവിന് ആരൊക്കെ വിളിക്കുന്നു കൃത്യമായിട്ട്. അത് നമുക്ക് പിന്നെ കേൾക്കാം സൗകര്യം പോലെ. അല്ലെങ്കിൽ ഭാര്യയുടെ മൊബൈലിൽ ആരൊക്കെ വിളിക്കുന്നു ഭർത്താവിന് സൗകര്യം പോലെ വീട്ടിൽ ഇരുന്ന് പിന്നീട് കേൾക്കാം, എപ്പോഴെങ്കിലും കേൾക്കാം. ഭാര്യയ്ക്ക് വരുന്ന SMS ഭർത്താവിനും കാണാം. പറയണ്ടല്ലേ, അത് അടിച്ചു ആവുമല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അത് ഒന്നില്ലാതെ അടിച്ചു പിരിയും, അല്ലെങ്കിൽ സന്തോഷത്തോടെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന്. ഇതിട്ടെടുത്താൽ ഒന്നി സംശയങ്ങളുണ്ടെങ്കിൽ അത് തീരും, ഇല്ലെങ്കിൽ സറാഹൻ ജമീല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഭാര്യയുടെ മൊബൈല്, അതിന്റെ സ്ക്രീന് നമ്മളെ മൊബൈലിൽ കാണാം. റൂമിൽ ഇരുന്നുണ്ട് നമുക്ക്. ഇപ്പൊ നമ്മൾ വള്ളിയിലാണ് ഇരിക്കുന്നത്. എന്റെ ഭാര്യയുടെ മൊബൈലിലെ സ്ക്രീൻ കാണണമെങ്കിൽ എനിക്ക് ഓണാക്കി നോക്കാം. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും അവൾ അറിയാതെ എനിക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ഓണാക്കി നോക്കാം. ഗൂഗിൾ പ്ലേയിൽ നിന്ന്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ആ നിമിഷം നമുക്ക് വിവരം കിട്ടും. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള 50ഓളം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് അയച്ചാൽ ആ നിമിഷം നമുക്കും വരും ആ മെസ്സേജ്. ആ സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്, നിലവിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് എന്തിനാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാനല്ല. ഇത് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തോട് നോക്കാനും അല്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിനാണ് പറഞ്ഞത്. കുട്ടികള് നിങ്ങളെ പോലെ ഒന്നും അല്ല. നമ്മളെ തലച്ചോറിന്റെ RPM 750 ആയിരുന്നു, ഇപ്പൊ 1400 മുകളിലാണ് ഒരു കുട്ടിയുടെ ബുദ്ധി. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ചിന്തിക്കുന്നുണ്ട്. പറഞ്ഞ ക്ലിയർ ആണോ? നമ്മൾ 10ൽ പഠിച്ചിരുന്ന സമയത്ത് ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ 3ൽ പഠിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഇട്ടിട്ടേ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അവര് വേറെ പല മേഖലകളിലേക്കും പോയി ചാടും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കാൻ പറ്റുന്ന മറ്റൊരു സംഗതിയാണ് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഒരു മോശമായ പ്രവൃത്തി ഉണ്ടായാൽ ഭർത്താവ് അത് മാപ്പ് ചെയ്ത് കൊടുക്കുക. ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ഉണ്ടായാൽ ഭാര്യ അത് മാപ്പ് ചെയ്ത് കൊടുക്കുക. ഇസ്ലാമിക ലോകത്ത് ധാരാളം സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണവുമായി വന്ന്, പലഹാരമായിട്ട് വന്ന് ആയിഷ ബീവിയുടെ കൈ കൊടുത്തപ്പോൾ ആയിഷ ബീവി തട്ടിത്തെറിപ്പിച്ച സംഭവമൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ഭാര്യയും ആ ഭാര്യയുടെ ഉമ്മയും കൂടി ഒരു സദസ്സിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അള്ളാന്റെ റസൂൽ എന്തോ പറഞ്ഞത് ആ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിടിച്ചൊരൊറ്റ തള്ളു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഉമ്മ ചോദിച്ചു, എടി നീ എന്താണ് ഈ കാണിച്ചത്? ഇത് ആരെയാ നീ പിടിച്ചു തള്ളിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോട്ടുമ്മ, നിങ്ങളിപ്പോ ഇതല്ലേ കണ്ടോളൂ, നിങ്ങളില്ലാത്ത സമയത്ത് ഇതിനേക്കാൾ വലുതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്ത സമയത്ത് ഇതിനേക്കാൾ വലുതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം എന്തോ ദേഷ്യം വന്ന സമയത്ത് ആയിഷ ബീവി പറഞ്ഞത്രേ, ഇന്നക്ക തസാമു അന്നക്ക നബി അല്ലാ, നിങ്ങളാണ് വലിയ നബി എന്ന് പറയുന്ന ആള്. ആരോടാ ചോദിക്കണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം. നിങ്ങളാണ് വലിയ പോലീസ് ചോദിക്കൂലേ? ഏത് പോലീസുകാരനും ഭാര്യയുടെ മുമ്പിൽ ഒന്നും അല്ല എന്ന് പറയും, അല്ലേ? ഏത് DGPയും ഭാര്യയുടെ മുമ്പിൽ ഒന്നും അല്ല എന്ന് പറയും. നിങ്ങളെ പോലീസൊക്കെ അങ്ങ് സ്റ്റേഷനിൽ കളിച്ചാൽ നിങ്ങൾ എന്റെ മുമ്പിൽ എന്റെ കെട്ടിയവനാണെന്ന് പറയും, അറിയാറില്ലേ? അപ്പൊ ചോദിച്ചു എന്നാണ്, ഇന്നക്ക തസാമു അന്നക്ക നബി അല്ലാ, നിങ്ങളാണ് വലിയ നബി എന്ന് പറഞ്ഞു നടക്കുന്ന ആള് എന്ന് ആയിഷ ബീവി ഒരിക്കൽ ദേഷ്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ച മാത്രമേ ഉള്ളൂ, ഒരു മറുപടിയും പറഞ്ഞില്ല. നമ്മളെങ്ങാനായിരുന്നെങ്കിൽ 33 വല്ലു അടിച്ചു തെറിപ്പിച്ചനല്ലേ, അല്ലേ? വേറൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ ചെറിയൊരു പിണക്കുണ്ടായി. ആ പിണക്കം പരിഹരിക്കുന്നില്ല. രണ്ടുപേരും എത്രയൊക്കെ ശ്രമിച്ചിട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ആ സമയത്ത് ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വന്നു. രണ്ടുപേർക്ക് വലിയ സന്തോഷമായി. ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി. എൻ്റെ അടുത്ത കൂട്ടുകാരനാണല്ലോ, അല്ലേ? ആയിഷ ബീവിക്ക് സന്തോഷമായി. എന്തുകൊണ്ടാ? പാപ്പയാണല്ലോ. അങ്ങനെ വാദിയും പ്രതിയും ഒക്കെ ഇരിക്കുകയാണ്, മധ്യസ്ഥൻ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ, നമ്മുടെ ചർച്ച തുടങ്ങല്ലേ? ഞാൻ പറയണോ അതല്ല നീ പറയണോ?
ആരാണ് ആദ്യം സംസാരിക്കേണ്ടത്? ഞാനാണോ തുടങ്ങേണ്ടത്, നീയാണോ തുടങ്ങേണ്ടത്? അപ്പോൾ ഉടനെ ആയിഷ ബീബി പറഞ്ഞ മറുപടി ഉണ്ട്. എന്താണ്? നിങ്ങൾ തുടങ്ങിക്കോ, പക്ഷെ സത്യം പറയാവൂന്ന്. നിങ്ങൾ തുടങ്ങിക്കോ, പക്ഷെ പറഞ്ഞാൽ എന്തേ പറയാവൂ? സത്യമേ പറയാവൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള്. നമുക്കറിയുന്ന ആലോചിച്ച് നോക്കിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി അടി കൊടുത്തു ആയിഷ ബീബിക്ക്. ആയിഷ ബീബിയുടെ ചുണ്ട് മുറിഞ്ഞ് രക്തം വന്നു എന്നാ കാണാം ചരിത്രത്തിന്റെ കിതാബുകളിൽ. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറെ, എന്റെ ഭാര്യയെ അടിക്കാനാണോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ഏറ്റവും നന്നായി അറിയുന്ന ആളാണ് ആര്? ആയിഷ ബീവി അല്ലേ? അള്ളാന്റെ റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് ആര്? ഒന്ന് പറയും നിങ്ങൾ. ആയിഷ ബീവി. ആയിഷ ബീവി പറയുമ്പോ സത്യം പറയാവൂ. അപ്പൊ കുടുംബ ജീവിതത്തിൽ ചെറിയ ചെറിയ കശപിശകൾ ഉണ്ടാകുന്ന സമയത്ത് മാപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണം. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മാപ്പ് ചെയ്ത് കൊടുക്കുക. മനുഷ്യന് വിവരക്കേടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഒരു 3 വയസ്സുള്ള കുഞ്ഞു വന്നിട്ട് നിങ്ങളെ നന്നായി നുള്ളി, നിങ്ങൾക്ക് വേദനിച്ചു, തിരിച്ചടിക്കൂ? നിങ്ങൾ തിരിച്ചടിക്കോ? എന്താ തിരിച്ചടിക്കാത്തത്? എന്തുകൊണ്ടാ? അയ്യോ, അത് പാവം അറിഞ്ഞൂടാത്ത കുഞ്ഞാണ് അല്ലേ? ഈ ഒരു ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മളെ ഉപദ്രവിക്കുന്നവർ വാക്കുകൊണ്ട് ഉപദ്രവിച്ചാലും പ്രവൃത്തി കൊണ്ട് ഉപദ്രവിച്ചാലും അവരറിവില്ലാത്തവരാണ് എന്ന് കണ്ടെത്തി അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അത് ഭാര്യയാണെങ്കിലും. വലിയൊരു തായിഫിലെ വലിയൊരു ജനതയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അള്ളാഹു അവരറിവില്ലാത്തവരാണ്, അവർക്ക് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകൾ വന്നാൽ, എന്തെങ്കിലും ഉപദ്രവകരമായ അല്ലെങ്കിൽ മോശമായ സംസാരമോ നമുക്ക് ഇഷ്ടപ്പെടാത്തത് വന്നാൽ നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ ഭാര്യയും മാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുടുംബജീവിതം അടിച്ചു പൊളിഞ്ഞ് തകർന്ന് അരിപ്പണമായി പോകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഊർജ്ജമൊക്കെ പോയ എല്ലാവരുടെ ചൂട് അല്ലേ? വേണ്ട എണീപ്പിച്ച അവര് ഒന്നാമത് കുഞ്ഞിനെയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ മനസ്സൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മനസ്സ് നന്നാക്കി കൊണ്ടുപോവുക, മനസ്സിന് ശക്തി കൊടുക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷകരമായിരിക്കാൻ, ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഇപ്പോ നമ്മുടെ ബോഡിക്ക് ഒരു ഏജ് ഉണ്ടെന്നാണ് വെച്ച് ഞാൻ കുറിച്ചോളാം. നമ്മൾ കണക്ക് കൂട്ടുന്നൊരു വയസ്സുണ്ട് ഇല്ലേ? ഒരു വർഷം കഴിയുമ്പോൾ ഒരു വയസ്സ് എന്നുള്ള കണക്ക്. അതിനപ്പുറത്ത് നമ്മുടെ ശരീരത്തിന്റെ ഒരു വയസ്സുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെപ്പോഴെങ്കിലും? ബോഡി ഏജ് എന്നാണ് എൻ്റെ പേര്. ബോഡി ഏജ് അല്ലെ? ഈ എന്താണ്, ഈ ഡയറ്റീഷ്യന്മാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും ബോഡി ഏജ് എന്താണ്. ഇപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് എത്ര വയസ്സായെന്ന് വെച്ചാൽ എൻ്റെ വയസ്സ് ഞാൻ ജനിച്ച കാലം മുതൽ ഓരോ വർഷം കഴിയുമ്പോൾ ഉള്ള കണക്ക് കൂട്ടിയിട്ട് എൻ്റെ വയസ്സ് ഞാൻ പറയും. പക്ഷെ എൻ്റെ ബോഡിക്ക് ഏജ് ഉണ്ട്. എൻ്റെ ബോഡിക്ക് ഒരു ഏജ് ഉണ്ട്. എക്സാമ്പിൾ, എൻ്റെ വയസ്സ് ഇപ്പോൾ 43 സങ്കല്പിക്കുക. എൻ്റെ വയസ്സ് 43 വയസ്സാണ്. എൻ്റെ ബോഡി ഏജ് 55 വയസ്സാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇല്ലേ? 55ന്റെ ശരീരപ്രകൃതിയാണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ 55 വയസ്സായ ആളിന്റെ കൂട്ടത്തിലാണ് എൻ്റെ ലിസ്റ്റ്. 55ാമത്തെ വയസ്സിലാണ് മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അപ്പോഴാണ് പോകണം. 43 പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു വർഷത്തെ കണക്കിട്ട് വയസ്സ് നിശ്ചയിച്ചാരാ? നമ്മളല്ലേ? ബോഡി ഏജാണ് ശരിക്കും ഏജ് എന്നാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ ബോഡി ഏജ്. അതുകൊണ്ടാണ് ചില ആളുകൾ 50 വയസ്സായാലും കണ്ടാൽ 35 വയസ്സേ പറയുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനസ്സ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? മനസ്സിൽ ടെൻഷൻ ഉണ്ടാവൂലേ, അയാൾക്ക് ആരോഗ്യം കൂടുതലുണ്ടാവും, അയാൾക്ക് നര കുറച്ചേ ഉണ്ടാവുള്ളൂ, ശരീരത്തിന് ഉഷാറുണ്ടാവും, ഉന്മേഷം ഉണ്ടാവും, കണ്ണിന്റെ കാഴ്ചശക്തി കൂടും, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ബലം ഉണ്ടാവും, ശക്തി ഉണ്ടാവും. മനസ്സ് എപ്പോഴാണോ തളർന്നു പോകുന്നത്, മനസ്സിന് എപ്പോഴാണോ ടെൻഷൻ കയറുന്നത്, എപ്പോഴാണോ അസ്വസ്ഥത ഉണ്ടാകുന്നത്, അപ്പോഴേക്കും അയാൾ ആരായി മാറും? പെട്ടെന്ന് രോഗിയായി മാറും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗോകുലം മെഡിക്കൽ കോളേജിൽ ഞാൻ നോക്കി നിൽക്കവെയാണ് 2 താത്തമാര് വരുന്നത്. 2 താത്തമാര് നടന്നാണ് കയറി പോണത്. പോയിത്തി കഴിഞ്ഞപ്പോൾ ഒരു താത്ത തലയെ കൈ വെച്ച് നിലവിളിച്ച് കരഞ്ഞോണ്ടിറങ്ങി വരുവാണ്. എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അവർക്ക് മറ്റേ ആളിന് ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു.
അങ്ങോട്ട് നടന്നു പോയ ഈ താത്ത ഇനി തിരിച്ച് നടന്നു വരൂല. സ്ട്രെച്ചറിലെ അവരെ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം എന്താണ്? ക്യാൻസർ ആണ് എന്ന് കേട്ടതോടുകൂടി അവർ തളർന്നുപോയി. മനസ്സിലായോ? ശരീരം തളർന്നു പോകും. അതാണ് രോഗമുണ്ട് എന്നുള്ള ചിന്ത തന്നെ മനുഷ്യനെ രോഗിയാക്കുന്നതാണ്. ഇത് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് മനസ്സ് സന്തോഷത്തോടുകൂടി ഇരിക്കാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് മനസ്സിന്റെ രോഗങ്ങൾ പറയുന്നുണ്ട്. എന്താണ് മനസ്സിന്റെ രോഗങ്ങൾ? എന്താണ് മനസ്സിന്റെ രോഗങ്ങൾ? സമരക്കത്ത് ഞാൻ നിർത്താം. എന്താ മനസ്സിന്റെ രോഗങ്ങൾ? കിബർ അല്ലെ, അഹങ്കാരം, അസൂയ, പക, വെറുപ്പ്, ദേഷ്യം, വിദ്വേഷം, ഇതൊക്കെ മനസ്സിന്റെ രോഗങ്ങളാണ്. ശ്രദ്ധിച്ചോ, ഞാൻ നിർത്തുകയാണ്. ഇതെല്ലാം മനസ്സിന്റെ രോഗങ്ങളാണ്. ആണോ അല്ലേ? ഇതുണ്ടാവുന്ന സമയത്ത് മനുഷ്യന്റെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ജോലി എന്താണെന്നറിയാമോ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. നിങ്ങൾ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയോ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക, പറക്കുക. ഇതാണ് ഈ ഹോർമോണിന്റെ ജോലി. എങ്ങനെ ഫൈറ്റ് ചെയ്യുക, ഫ്ലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഒന്ന് ഓടാൻ പോയി. ഇപ്പൊ ചില ആളുകളൊക്കെ സുബഹി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടാറുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ പതുക്കെ ഓടുകയാണ്. ഓടുന്ന സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഓടിയതാ, ഒന്ന് ഉഷാറായിരുന്നോട്ടെ, ആരോഗ്യമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓടിയതാ. ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 63 വയസ്സുള്ള മാമയാണെന്ന് കൂട്ടിക്കോ, അദ്ദേഹം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മതിലിന്റെ പുറകിൽ നിന്ന് ഒരു പട്ടി കുരച്ചോണ്ട് വന്നു. പിന്നെ അപ്പോഴും ഇങ്ങനെ നേരത്തെ പഴയ കണക്ക് തന്നെ ഓടൂ, എങ്കിൽ പഞ്ചറാവും അല്ലേ? പിന്നെ ഒരു പോക്കാണ്, റോക്കറ്റ് വിട്ടണക്ക. അപ്പൊ പിന്നെ മുട്ടുവേദന ഇല്ല, നടുവേദന ഇല്ല, ശരീരവേദന ഇല്ല. ഏതെങ്കിലും അതിലാടി അപ്പുറത്തെത്തിയതിനു ശേഷം പട്ടി പോയാൽ നോക്കും, പോയ ശേഷം സമാധാനം വരുള്ളൂ. ആണോ അല്ലേ? ഈ പട്ടിയെ കണ്ടപ്പോ പെട്ടെന്ന് ശരീരത്തിൽ ഞെട്ടലുണ്ടായല്ലോ. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹോർമോണിന്റെ പേരാണ് ഏത്? അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഹോർമോൺ ശരീരത്തിൽ വന്നാൽ ഉടനെ തന്നെ ഒന്ന് ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണം. ഒന്ന് പട്ടിയെ അടിച്ച് തോൽപ്പിക്കണം അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം. നമുക്ക് എന്തായാലും അടിച്ചു തോൽപ്പിക്കാനുള്ള ആഫിയത്തില്ല, നമുക്ക് തന്നെ അറിയാം. പിന്നെ ഓടലല്ലാതെ വേറെ വഴിയില്ല, നമ്മൾ ഓടി രക്ഷപ്പെടും. ഈ ഓടി രക്ഷപ്പെടാൻ വേണ്ടി തരുന്ന ഹോർമോണിന്റെ പേരാണ് എന്ത്? അഡ്രിനാലിൻ. ഈ സാധനം ശരീരത്തിൽ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ, സ്ത്രീകൾക്കാണെങ്കിൽ ശ്രദ്ധിച്ചോ, പെണ്ണുങ്ങൾ സഹോദരിമാരെ ശ്രദ്ധിച്ചോ, ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ നടുവേദന, മുട്ടുവേദന, മൈഗ്രെയിൻ, ഉറക്കക്കുറവ്, പിന്നെ എന്താണ്, കാലില് വെരിക്കോസ് വെയിൻ, ഇത്രയും സാധനം പ്രധാനമായിട്ടുണ്ടാവും. ഇത്രയും അസുഖങ്ങളുണ്ടാവും. എന്താണ് എന്തൊക്കെ അസുഖങ്ങളാണ് പറഞ്ഞത്? ഒന്ന് പറയാമോ? നടുവേദന, മുട്ടുവേദന, ഉറക്കക്കുറവ്, മൈഗ്രെയിൻ, വെരിക്കോസ് വെയിൻ, ഇത്രയും അസുഖങ്ങൾ പ്രധാനമായിട്ടുണ്ടാവും. ആർക്ക്? സ്ത്രീകളിൽ ടെൻഷൻ ഉണ്ടായാൽ, ദേഷ്യം മനസ്സിൽ വന്നാൽ, പക വന്നാൽ, അസൂയ വന്നാൽ, വെറുപ്പ് വന്നാൽ, അമ്മായിയമ്മയ്ക്ക് മരുമകളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ അമ്മായിയമ്മയ്ക്ക് മുട്ടുവേദന തുടങ്ങും അല്ലെങ്കിൽ നടുവേദന തുടങ്ങും. പരിശോധിച്ച് നോക്കിയാൽ മരുമകളോട് ദേഷ്യമുള്ള അമ്മായിയമ്മമാരെ പരിശോധിച്ച് നോക്കുക. ഒന്നുകിൽ നടുവേദന, മുട്ടുവേദന, മൈഗ്രെയിൻ, ഉറക്കക്കുറവ്, ഇതൊക്കെ ഉറപ്പായിരിക്കും. തിരിച്ച് അതേപോലെ തന്നെ അമ്മായിയമ്മമാരോട് ദേഷ്യമുള്ള മരുമക്കളുണ്ടെങ്കിലും വെരിക്കോസ് വെയിൻ അടക്കമുള്ള അസുഖങ്ങളുണ്ടാവും. നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ? ആണോ അല്ലേന്ന്? ആണുങ്ങൾക്കാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, കിഡ്നി അടിച്ചങ്ങ് പോകും, ഒറ്റയടിക്കുന്നു. മനസ്സിലായില്ലേ? ഒരുപാട് താമസം എടുക്കൂല. അത്തരം ഈ ഡയാലിസിസിന് വിധേയമാക്കപ്പെട്ട ആളുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ? ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ പകയോ ഒക്കെ മനസ്സിൽ കൊണ്ടുവരുന്ന ആളുകളായിരിക്കും. അപ്പൊ അത് മാറ്റണമെങ്കിൽ അത് മാറ്റിയാൽ അപ്പോഴും അവിടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മാറ്റിക്കഴിഞ്ഞാലോ ഈ നമുക്കൊരാളോട് ദേഷ്യമില്ല, വെറുപ്പില്ല, പകയില്ല, വിദ്വേഷമില്ല, സ്നേഹം മാത്രം, സന്തോഷം മാത്രം. അങ്ങനെയാണെങ്കിലോ അപ്പോഴും നമ്മുടെ ശരീരത്തിൽ പല ഹോർമോണുകൾ, ഓക്സിറ്റോസിൻ പോലെയുള്ള, ഡൊപ്പാമിൻ പോലെയുള്ള ഹോർമോണുകൾ അപ്പോഴും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹോർമോണുകൾ ശരീരത്തിൽ വന്നാൽ ആരോഗ്യമുണ്ടാകുന്ന, അതായത് ശരീരത്തിൽ രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ അണുക്കളെയും നശിപ്പിച്ചു കളഞ്ഞ് ശരീരത്തിന് ആരോഗ്യം തരും. രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള എത്ര അണുക്കൾ ശരീരത്തിലുണ്ടോ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ശരീരത്തിന് എന്ത് തരും? ആരോഗ്യം തരും. എന്തുണ്ടായാലും ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ പോലെയുള്ള ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ, അത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കണം, എപ്പോഴും ഹാപ്പി ആയിരിക്കണം. മനസ്സിൽ ആരോടും ദേഷ്യം ഉണ്ടാവാൻ പാടില്ല, വെറുപ്പ് വരരുത്, പക വരരുത്, അസൂയ വരരുത്. അമ്മായിയമ്മ വിചാരിക്കണം എന്റെ മരുമോള്, ആ മരുമോൾക്ക് സന്തോഷം കൊടുത്താൽ എന്റെ മോനാണ് അതുകൊണ്ട് സന്തോഷം കിട്ടുന്നത്. മരുമോൾ വിചാരിക്കണം എന്റെ ഭർത്താവിന് സന്തോഷം കിട്ടണമെങ്കിൽ എന്റെ ഭർത്താവിന്റെ ഉമ്മയെ ഞാൻ എന്ത് ചെയ്യണം? നന്നായിട്ട് പരിചരിക്കണം. സഹോദരിമാരൊരു കാര്യം പഠിച്ചു വെച്ചോ,
ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടാനുള്ള ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറയുന്നത്, അതിനേക്കാൾ നല്ലൊരു ടിപ്പ് ദുനിയാവിലില്ല. ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മതി. മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മതി, ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കാത്തതുകൊണ്ടാണ് ഈ അമ്മായിയമ്മമാര് തിരിച്ച് സ്നേഹിക്കാത്തത്. നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്ക്. പണ്ട് അമ്മായിയമ്മയെ കൊല്ലാൻ വേണ്ടി പോയ മരുമോളുടെ കഥയുണ്ട് ഇല്ലേ? അമ്മായിയമ്മയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ. ഡോക്ടറെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ, ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ ഒരു മരുന്ന് എന്തെങ്കിലും തരണം അമ്മായിയമ്മയെ തട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഒറ്റയടിക്ക് തട്ടിപ്പോകരുത്, ഇഞ്ചിഞ്ചായി മരിക്കണം. അപ്പൊ ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു 3 മാസം കൊണ്ടേ അവർ തട്ടിപ്പോവുള്ളൂ. അപ്പൊ അതുവരെ ഇവരെ നന്നായി സ്നേഹിക്കണം. കാരണം ഇവര് നീ കാരണമാണ് മരിച്ചതെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, പുറത്തു വരരുത്. അങ്ങനെ സമ്മതിച്ചു, മരുന്ന് കൊടുത്തു, ആഹാരത്തിൽ ഇങ്ങനെ കലക്കി കൊടുക്കാൻ തുടങ്ങി. അമ്മായിയമ്മ കഴിക്കുമ്പോ കളവി പോയിക്കൊണ്ടിരിക്കുകയാണ്, കളവി ആയുസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് മനസ്സിൽ സന്തോഷിക്കുന്നു, ഒപ്പം തന്നെ നന്നായി പുറമെ സ്നേഹം കാണിക്കുന്നു. 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി, പടച്ചോൻ ഇത്രയും സ്നേഹമുള്ള മരുമോളോ, ഇവരോടാണല്ലോ ഞാൻ ഈ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടതും വഴക്ക് പറഞ്ഞതും കുറ്റം പറഞ്ഞ്. അമ്മായിയമ്മ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങി. അവസാനം 2 മാസമായപ്പോ എന്തായി സംഭവിച്ചത്? അമ്മായിയമ്മയ്ക്ക് മരുമോളെയും പിരിയാൻ വയ്യ, മരുമോക്ക് അമ്മായിയമ്മയും പിരിയാൻ വയ്യ. തട്ടിപ്പോലി 1 മാസം കൂടെ കഴിഞ്ഞാ ഒന്ന് ഡോക്ടറെ അടുക്ക പോയി, ഡോക്ടറെ കൊല്ലണ്ടായിരുന്നു, അത് നിർവീര്യമാക്കാനുള്ള എന്തെങ്കിലും മരുന്ന് വല്ലതും ഉണ്ടോ എന്ന് വെച്ചു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാം നിന്റെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹത്തിൽ വന്ന കുറവാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് എനിക്കറിയാം, വെറുതെ ആരോഗ്യം കൂടാനുള്ള മരുന്നാ തന്ന, പേടിക്കണ്ടെന്ന് പറഞ്ഞു. തട്ടിപ്പോകാനുള്ള മരുന്നൊന്നും അല്ല, അവർക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുള്ള മരുന്നാണ് തന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് എല്ലാ അമ്മായിയമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഞാൻ പറയാം ഒരു കാര്യം നിങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കിക്കോ. പല വീടുകളിലും ഭാര്യയും ഭർത്താവും അല്ല പ്രശ്നം. പല വീടുകളിലും 100-ൽ 95% വീടുകളിലും ഭാര്യയും ഭർത്താവും അല്ല പ്രശ്നം. പിന്നെ ആരാ? വാപ്പയും ഉമ്മയുമാണ്. ആ വീട്ടിലെ വാപ്പയും ഉമ്മയുമാണ് പ്രശ്നം. ആണോ അല്ലേ? നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ. വാപ്പമാരും ഉമ്മാരും ചിന്തിക്കേണ്ടത് മക്കള് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കണം. അതിന്റെ പിന്നിലൊക്കെ കുറെ സൈക്കോളജി ഉണ്ട്, ഞാൻ പറയണില്ല. അതായത് ഈ വിക്ടിംസ് ഓഫ് വിക്ടിംസ് എന്ന് പറയും സൈക്കോളജിയിൽ. ഇരകളുടെ ഇരകൾ എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ പറയാം, ഒരു ഉമ്മ, ആ ഉമ്മയെ അവരുടെ അമ്മായിയമ്മ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവരെന്ത് ചെയ്യും? അവരെ മരുമോളെ പീഡിപ്പിക്കും. നമ്മളെ ഇടയിൽ ഒരു പൊതു തത്വം ഉണ്ടല്ലോ, നമ്മൾ അടികിട്ടി വളർന്നവരാണെങ്കിൽ നമ്മളെ പിള്ളേർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതൊരു പൊതു തത്വമായി മാറിയിട്ടുണ്ട്. നമ്മൾ അടി കൊടുത്ത് പഠിപ്പിക്കണം എന്നൊരു ചിന്ത വന്നത് എവിടെന്നാ വന്നത്? പഴയ ഹാഫിദ് ഉസ്താദ്മാരൊക്കെ ചോദിച്ചോണം, അവർ പറയും അടി കിട്ടിയാണ് പഠിപ്പിച്ചത്, അടി കിട്ടിയാണ് നമ്മളൊക്കെ പഠിച്ചത്, അടി കൊടുത്താലേ പഠിക്കുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അതൊക്കെ മാറി, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അതേപോലെ ഈ പഴയ ഭർത്താവിന്റെ ഉമ്മയിൽ നിന്ന് പീഡനം കിട്ടിയ ഒരു അമ്മായിയമ്മ തീർച്ചയായിട്ടും അവരുടെ മരുമോളെ അവരെന്ത് ചെയ്യും? പീഡിപ്പിക്കും. ഈ മരുമോള് ഭാവിയിൽ അമ്മായിയമ്മയാവുമ്പോ അവരെന്ത് ചെയ്യും? അവരെ മരുമോളെ പീഡിപ്പിക്കും. ഇങ്ങനെ പീഡിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കും. 1. 2, ഏതെങ്കിലും വീട്ടിലെ അമ്മായിയമ്മയ്ക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും മകന് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാൻ, പിന്നെ സ്വന്തം മകനിൽ നിന്ന് മരുമോക്ക് സ്നേഹം കിട്ടാൻ ഈ അമ്മായിയമ്മ സമ്മതിക്കൂല. ഇത് സൈക്കോളജിയാണ്, ഞാൻ പറഞ്ഞതൊന്നുമല്ല, എന്റെ വാക്കത്തുമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് വേണ്ടതുപോലെ സ്നേഹം കിട്ടിയില്ല എങ്കിൽ അവരെ മരുമകൾക്ക് ഒരു നിലയ്ക്കും കിട്ടാൻ അവർ അനുവദിക്കില്ല. അത് സൈക്കോളജിയാണ്. ഇപ്പൊ പറയാൻ പാടില്ല ഈ സാഹചര്യത്തിൽ, എന്താ പോലും ഞാൻ പറഞ്ഞു തരുവാണ്. ആർക്കെങ്കിലും തിരുത്തണമെന്ന് തോന്നിയാൽ അത് തിരുത്താനുള്ള ഒരു അവസരമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഏത് കുടുംബ പ്രശ്നത്തിന്റെയും പരിഹാരം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കലും, മാപ്പാക്കി കൊടുക്കല്, ക്ഷമിക്കല്, പൊരുത്തപ്പെട്ട് കൊടുക്കലാണ്. അതിന് നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഈ മനസ്സുണ്ടെങ്കിൽ, മനസ്സിന്റെ ഉള്ളിൽ ആരോടും വെറുപ്പില്ലെങ്കിൽ, ദേഷ്യമില്ലെങ്കിൽ, ഭർത്താവിനോട് വെറുപ്പില്ല, ഭർത്താവിന്റെ ഉമ്മയോട് വെറുപ്പില്ല, വാപ്പയോട് വെറുപ്പില്ല, ഭാര്യയുടെ ഉമ്മയോടും വാപ്പയോടും വെറുപ്പില്ല, മക്കളോട് വെറുപ്പില്ല, ആരോടും നമുക്ക് വെറുപ്പില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളാണ് സ്വർഗാവകാശി അല്ലേ? സ്വർഗത്തിന് അവകാശിയായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, അയാളുടെ മനസ്സിൽ എന്റെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പും പകയും വിദ്വേഷമൊന്നും ഇല്ല എന്ന് പറഞ്ഞ സഹാബി, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആരോടും വെറുപ്പും പകയും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടിരിക്കും, നമുക്കാണ് ആരോഗ്യം ഉണ്ടാവുന്നത്. നമ്മൾ ഒരാള് മറ്റൊരാളോട് ദേഷ്യം വെച്ചാൽ ആർക്കാ അപകടം? ഞാനിപ്പോ ഈ ഉസ്താദിനോട് ദേഷ്യം വെക്കുകയാണ്, ആർക്കാ അപകടം? എനിക്ക് തന്നെയാണ്, എന്റെ കിഡ്നിയാണ് പോണത്. ഒരമ്മായിയമ്മ മരുമോളോട് ദേഷ്യം പിടിക്കുകയാണ്, ആർക്കാ കുഴപ്പം? അമ്മായിയമ്മയുടെ കിഡ്നി അടിച്ചു പോകും, അത്ര തന്നെ ഉള്ളൂ.
മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്ന് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാന്നുണ്ട്. ഇവിടെയാണ് ഈ ഹദീസ് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു ഹദീസ് നമ്മൾ എപ്പോഴും വളരെ ഗംഭീരമായിട്ട് ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്ന ഒരു ഹദീസാണ്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗത്തൻ ഇദാ സലഹത്ത് സലഹൽ ജസദു കുല്ലു. ഈ സാധനം നന്നായ ശരീരത്തിന് എന്നും ആരോഗ്യത്തോടുകൂടി ഇരിക്കാം. ഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു. അത് മോശമായാൽ പെട്ടെന്ന് രോഗിയായി തട്ടിപ്പോവും. ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഇങ്ങനെ തന്നെ വേറെ റിവായത്തുണ്ട്. ഇദാ സഹത്ത് സഹൽ ജസദു കുല്ലുഹു വ ഇദാ സഖമത്ത് സഖമൽ ജസദു കുല്ലുഹു വഫീ റിവായത്തുൻ ഉഖ്റ. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇരുന്നാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. നിങ്ങൾക്ക് വെറുപ്പും പകയും വിദ്വേഷവും മനസ്സിലുണ്ടായാൽ നിങ്ങൾ രോഗിയായി പെട്ടെന്ന് മരിക്കും. പെട്ടെന്ന് രോഗിയായി പോകും, പെട്ടെന്ന് തളർന്നു പോകും, പെട്ടെന്ന് അസ്വസ്ഥരായി മാറും, പെട്ടെന്ന് ആരോഗ്യം നഷ്ടപ്പെടും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 3 ടിപ്പുകൾ പ്രധാനമായിട്ട് ചിന്തിച്ചു വെക്കുക. ഒന്ന്, എന്താണ്? നല്ല വാക്ക് മാത്രം പറയാൻ ശീലിക്കുക. രണ്ടാമത്തത്, ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള മാനസികാവസ്ഥ, മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള, പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുക. മൂന്നാമത്തത്, ആരോടും വെറുപ്പില്ലാതെ പകയില്ലാതെ വിദ്വേഷമില്ലാതെ ജീവിക്കാൻ പഠിക്കുക. ഈ 3 കാര്യം ചെയ്താൽ തന്നെ ഈ ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കാം. നാളെ പരലോകത്ത് സ്വർഗം കിട്ടും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ